പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. പരാപ്രകൃതി അപരാപ്രകൃതി എന്ന് പറഞ്ഞു. അപരാപ്രകൃതിയാണ് നാമം രൂപം. എന്തൊക്കെ നാമരൂപത്തില് കാണപ്പെടുന്നുണ്ടോ അതൊക്കെ അപരാപ്രകൃതിയാണ്. നാമരൂപത്തിന് ആശ്രയമായിട്ടുള്ള അധിഷ്ഠാനമായിട്ടുള്ള ഇരുപ്പ്, നിലനിൽപ്പ്, അസ്തിത്വം, അതിനെ പരാപ്രകൃതി എന്ന് പറഞ്ഞു. ജീവഭൂതാം മഹാബാഹു ഏതം ധാര്യത്തെ ജഗത്. എല്ലാരിലും ജീവരൂപേണ ഞാൻ എന്ന അനുഭവത്തിന്റെ സ്വരൂപത്തില് ഏതൊന്ന് സിദ്ധമാണോ അതിനെ പരാപ്രകൃതി എന്ന് പറഞ്ഞു. തുടർന്ന് എന്തെന്തൊക്കെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നുണ്ടോ അതിനൊക്കെ സോഴ്സ് ഞാനാണ് എന്ന് ഭഗവാനാണ് എന്ന് പറയാണ്. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. ബുദ്ധിർ ബുദ്ധിമതാമസ്മി തേജസ് തേജസ്വിനാമഹം. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. ഈ വേദാന്ത സമ്മതമായ മതത്തിൽ മാത്രം ഈശ്വരന് ഓപ്പോസിറ്റ് ആയിട്ടൊരു സാത്താനില്ല. അവിടെ എല്ലാറ്റിനും, നല്ലതിനും ചീത്തയ്ക്കും എല്ലാത്തിനും സോഴ്സ്, ബീജം എന്ന് വെച്ചാൽ സോഴ്സ്, വിത്ത്. എല്ലാറ്റിനും വിത്ത് ഭഗവാനാണ്. പ്രപഞ്ചത്തിന് വിത്ത് ഭഗവാനാണ്. ഈശ്വരനാകുന്ന ബീജത്തിൽ നിന്നും പൊട്ടി വന്നിട്ടുള്ള ഒരു വൃക്ഷമാണ് പ്രപഞ്ചം. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഒരു ഉദാഹരണം പ്രയോഗിക്കുന്നത് തന്നെ അതാണ്. ബീജസ്യാന്തരിവാങ്കുരോ ജഗദിദം പ്രാങ് നിർവികൽപ്പം പുനഃ മായാകൽപിത ദേശകാല കലനാ വൈചിത്രേ ചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗീവ യസ്വേച്ഛയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ബീജസ്യാന്തഃ അങ്കുരഃ ഇവ ഇദം ജഗത്. ഈ കാണപ്പെടുന്ന ജഗത്ത് ഒരു ബീജത്തിന്റെ ഉള്ളില് അങ്കുരം എന്ന പോലെ, മുളയെന്ന പോലെ ബ്രഹ്മത്തിൽ, പരമാത്മാവിൽ ലീനമായിരുന്നു, ഗൂഢമായിരുന്നു, ഗുപ്തമായിരുന്നു. പിന്നീടാണ് ദേശകാല നിമിത്തങ്ങളോടുകൂടെ പുറമേക്ക് വരുന്നത്. അപ്പൊ എല്ലാത്തിനും ഉദ്ഭവസ്ഥാനം, സ്ഥിതിസ്ഥാനം, പ്രളയസ്ഥാനം ഭഗവാനാണ്. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം. സനാതനമായ ബീജം. അത്രയും പറഞ്ഞ് വീണ്ടും തുടർന്ന് പറയാണ്. ബുദ്ധിർ ബുദ്ധിമതാം അസ്മി തേജസ് തേജസ്വിനാം അഹം. ഒരാളിൽ വിശിഷ്ടമായ ബുദ്ധി കാണപ്പെടുന്നുണ്ടെങ്കിൽ ആ ബുദ്ധി ഭഗവത് സാന്നിധ്യമാണ്. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത.
നമസ്തസ്യൈ 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 നമോ നമഃ. എല്ലാവരുടെ ഉള്ളിലും ബുദ്ധിരൂപേണ യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. ബുദ്ധിർ ബുദ്ധിമതാമസ്മി. ഒരിടത്ത് ബുദ്ധിയുടെ പ്രകാശം ഉണ്ടെങ്കിൽ, ജ്ഞാനത്തിന്റെ പ്രകാശം ഉണ്ടെങ്കിൽ, ബുദ്ധി എന്ന് വെച്ചാൽ വിവേകം എന്നർത്ഥം. ഭഗവത്ഗീതയിൽ പ്രത്യേകിച്ച് ബുദ്ധി എന്നുള്ളതിന് വിവേകം എന്നാണ് അർത്ഥം. മനുഷ്യരിൽ ഉള്ള വിവേകം എന്റെ വിഭൂതിയാണ്. ഇവിടെ ഭഗവാൻ വിഭൂതിയാണ് പ്രത്യേകിച്ച് എടുത്തു പറയണം. വിവേകം ഉണ്ടാവുക എന്നുള്ളത് ഈശ്വര വിഭൂതിയാണ്. ഒരാൾക്ക് ആത്മജ്ഞാനം വേണം എന്ന് തോന്നണത് തന്നെ ആത്മാവിന്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ്. അല്ലെങ്കിൽ അതുപോലും സാധിക്കില്ല. അത് വളരെ വിചിത്രമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ സത്സംഗത്തിനൊക്കെ ഇപ്പൊ എന്താ പ്രയോജനം എന്നൊരു ചോദ്യം വരും. എന്താന്ന് വെച്ചാൽ ഉള്ളിലുള്ള അന്തര്യാമിയായ ഭഗവാൻ എപ്പ തീരുമാനിക്കണോ അപ്പോഴേ ഈ വിവേകം ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഈ സത്സംഗത്തിന് എന്താ പ്രയോജനം എന്ന് വെച്ചാൽ അതിനുത്തരം ഈ സത്സംഗമും ആ ഭഗവാൻ തീരുമാനിച്ചതാണ്. നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതും ആ ഭഗവാൻ തീരുമാനിച്ചതാണ്. അത് കേൾക്കണം എന്ന് തീരുമാനിച്ചതും ആ അന്തര്യാമിയാണ്. അത് തന്നെയാണ് ബുദ്ധി എന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങളിവിടെ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ ബുദ്ധി. ഈ ബുദ്ധിയെ നമ്മൾ അംഗീകരിച്ചാൽ ശ്രവണം വളരെ ലളിതാവും. എങ്ങനെയാന്ന് വെച്ചാൽ ശ്രവിക്കുന്നതിന് മുമ്പ് തീരുമാനിക്കുകയാണ് ഉള്ളിലുള്ള ബുദ്ധിരൂപേണയുള്ള ഭഗവാൻ എന്ത് ഗ്രഹിക്കണമോ ഗ്രഹിക്കട്ടെ. ഈവൻ ഇൻ ലിസണിങ്, ഈവൻ ഇൻ അണ്ടർസ്റ്റാൻഡിങ്, യു മൂവ് വിത്ത് സറണ്ടർ. അതുപോലെ എന്റെ കയ്യിലില്ല, ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായ ഭഗവാൻ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ. ഭഗവാൻ രമണ മഹർഷിയുടെ ജീവിതത്തിൽ ഒരു കൊച്ചുകഥ. മഹർഷി അരുണാചലത്തില് പച്ചയമൻ കോവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പച്ചയമൻ കോവിലില് താമസിക്കുന്ന കാലം പല സ്ഥലങ്ങളിലും അരുണാചലത്തിൽ താമസിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചു ദിവസം ഈ പച്ചയമൻ കോവിലിൽ താമസിച്ചു. അപ്പൊ അവിടെ അടുത്ത് മുഴുവൻ മാന്തോപ്പാണ്. ധാരാളം മാവുകള് ഉള്ള ഒരു തോട്ടാണ്. അതൊക്കെ അമ്പലത്തിന്റെയാണ്. അതൊരു മുസ്ലിം വാടകയ്ക്ക് എടുത്തിരുന്നു. എന്നുവെച്ചാൽ മാങ്ങ പറിച്ചെടുക്കാനായിട്ട് ഉള്ള അനുമതിക്ക് എടുത്തിരുന്നു. അപ്പൊ അയാൾ ഒരാളെ കയ്യിൽ കവണയൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയിരുന്നു. അയാൾ വരുന്ന കുരങ്ങുകള്, മാങ്ങ പറിക്കാൻ വരുന്ന കുരങ്ങുകളെ കല്ല് വെച്ചടിക്കും. അങ്ങനെ മാങ്ങ പറിക്കാൻ വന്ന കുരങ്ങുകളുടെ മേലെ കല്ലടിച്ചിട്ട് ഒരു കുരങ്ങിന്റെ മർമ്മത്തിൽ എവിടെയോ കൊണ്ട് ആ കുരങ്ങ് ചത്തു വീണു. വീണ് ഉടനെ തന്നെ ജീവനും പോയി. അപ്പൊ ബാക്കിയുള്ള കുരങ്ങുകളൊക്കെ കൂടെ വട്ടത്തിലിരുന്ന് കരയുകയാണ്. കുരങ്ങുകളുടെ ഇടയിൽ നിങ്ങൾ കാണേണ്ടതാണ്. മനുഷ്യരെ പോലെ തന്നെ എല്ലാറ്റിലും പെരുമാറും. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടതേ ഉള്ളൂ, ഒരു കുരങ്ങ്, ആ പലരും വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു തുണ്ട് തുണി കിട്ടി ഒരു കുരങ്ങിന്. ബാക്കി കുരങ്ങുകളൊക്കെ കൂടെ പിടിച്ച് വലിക്കുക, അത് കൊടുക്കില്ല. മാത്രമല്ല അതിങ്ങനെ എടുത്തിട്ട് ഭംഗിയായിട്ട് ഇങ്ങനെ ഇട്ട് തലയിലെടുത്തിട്ട് നമ്മൾ കാണിക്കണ പോലെയൊക്കെ കാണിക്കും. അവർക്ക് അവരുടെ വിവേകമുണ്ട്, അവരുടെ സമ്പ്രദായമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഈ കുരങ്ങുകളൊക്കെ കരയാ. ഇപ്പൊ ഈ തുണി എടുത്തിടുന്ന കഥ തന്നെ മുഴുവനായില്ല. ഈ കുറച്ച് ചെറിയ കുരങ്ങ, വളരെ കൊച്ചു കുരങ്ങല്ല, തുണിയെടുത്ത് മേലെ ഭംഗിയായിട്ട് ഇങ്ങനെ ഇടും, എന്നിട്ട് തലയിലിടും. പിന്നെയും ബാക്കി കുരങ്ങുകളൊന്ന് വലിച്ചോണ്ട് പോകും, അവരുടെ കയ്യിൽ നിന്ന് പറിച്ചു വാങ്ങിച്ചോണ്ട് പോകും, എന്നിട്ട് പിന്നെയും അതേപോലെ ഇടും, പിന്നെയും തലയിലിടും. ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്നതാ. അവസാനം വലിയ കുരങ്ങ്, ഇതിന്റെ അമ്മ കുരങ്ങ് വന്നു, കുറെ ചീത്ത പറഞ്ഞു, ആ തുണി അവിടെ ഇട്ടിട്ട് ഓടിപ്പോയി. അപ്പൊ അവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്നൊരു കുട്ടി ചോദിച്ചു,
എന്താ ഈ അമ്മ കുരങ്ങ് വന്ന് ചീത്ത പറയണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യരെ പോലെ വൃത്തികേട് കാണിക്കണു, വസ്ത്രം എടുത്ത് നടക്ക. അവരുടെ ഭാഷയിൽ പറഞ്ഞതാണ്. ഇൻഡീസെന്റ് ആയിട്ട് ഈ മനുഷ്യരെ പോലെ വസ്ത്രം കൊടുത്ത് നടക്കണം. ശരിക്കും നമുക്ക് കണ്ടാ അങ്ങനെ തോന്നാം. കുട്ടിക്കുരങ്ങ് വസ്ത്രം ഭംഗിയായിട്ട് എടുത്ത് പൊതയ്ക്കാണ്. 3-4 പ്രാവശ്യം പൊതച്ചു. ആ അമ്മ കുരങ്ങ് ശരിക്കും അമ്മയുടെ ഗൗരവത്തോടു കൂടെ വന്നു, ചീത്ത പറഞ്ഞു, ഇത് തുണി അവിടെ ഇട്ടിട്ട് പോയി. അപ്പൊ അതിന് എക്സ്പ്ലനേഷൻ നമുക്ക് കുരങ്ങുകളുടെ ഭാഷയിൽ പറയണമെങ്കിൽ അതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മേലെ ഒരു വൃത്തികേട് കാണിക്കാനില്ല, വസ്ത്രം എടുത്ത് നടക്കാം. മഹർഷി ഈ മാന്തോപ്പിലുള്ളപ്പോ ഈ കുരങ്ങുകള് മാങ്ങ പറിക്കാനായിട്ട് വരും. അപ്പൊ ഒരു കുരങ്ങ് ഇങ്ങനെ ചത്തു വീണു, ബാക്കി കുരങ്ങുകളൊക്കെ കരയാണ്. അപ്പോ രമണ ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ കുരങ്ങുകളുടെ അടുത്ത് പോയിരുന്നു. ഈ കുരങ്ങുകളെ സംബന്ധിച്ച് അദ്ദേഹം അന്യനേ അല്ല, അവർക്കൊക്കെ അത്ര അടുപ്പാണ്. അപ്പൊ അവരോട് മഹർഷി പറയാണ്, നിങ്ങളൊന്നും കരയണ്ട, എല്ലാവർക്കും മരണം ഉണ്ടാവും, ജനിച്ചവരൊക്കെ ഒരു കാലത്ത് മരിക്കണം, ശരീരത്തിനല്ലേ മരണമുള്ളൂ, ഉള്ളിലുള്ള വസ്തുവിന്, ചൈതന്യത്തിന് ജനനമോ മരണമോ ഇല്ല, അതാണ് നമ്മളുടെ ഉണ്മയായ സ്വരൂപം എന്നൊക്കെ കുരങ്ങുകൾക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്, മനുഷ്യർക്കല്ല. ഈ കുരങ്ങുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു ഭക്തൻ ചിരിച്ചുകൊണ്ട് മൂക്കത്തെ വിരൽ വെച്ചു, ഭഗവാൻ ഈ കുരങ്ങുകൾക്ക് പോയി പഠിപ്പിക്കണമല്ലോ, അവർക്ക് മനസ്സിലാവുമോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, നിങ്ങൾക്കും മനസ്സിലാവണില്ല. ഇനി അവർക്ക് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോ അവർക്ക് മനസ്സിലാവില്ലായിരിക്കും. നിങ്ങളിൽ ചിലരൊക്കെ പിടിച്ചെടുക്കണല്ലേ, അതുപോലെ അവരിലും ചിലരൊക്കെ മനസ്സിലാക്കും. അവർക്കും ഇത് മനസ്സിലാവില്ലെന്ന് നീ എന്ത് കണ്ടു? ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണത് മാത്രമാണോ മനസ്സിലാക്കല്? ബുദ്ധി എല്ലാ പ്രാണികളുടെ ഉള്ളിലും ഉണ്ട്. ആർക്കാ മനസ്സിലാവുക, ആർക്ക് മനസ്സിലാവില്ല, നീ എങ്ങനെ തീരുമാനിക്കും? കുരങ്ങിന് മനസ്സിലാവില്ല എന്ന് നിനക്കെങ്ങനെ അറിയാം? ജ്ഞാനേശ്വരൻ ഭഗവത്ഗീത എഴുതിയിട്ട്, മറാഠിയില് ഭഗവത്ഗീത വ്യാഖ്യാനം എഴുതിയിട്ട് അദ്ദേഹത്തിന് കൂടെ ഒരു എരുമ സഞ്ചരിക്കുമായിരുന്നു അത്രേ. ആ എരുമയുടെ കഥ വേറെയാണ്. പക്ഷെ ആ എരുമ കൂടെ നടക്കുന്ന ആ എരുമയ്ക്ക് ദിവസം ഈ പറയുന്ന ചൊല്ലുന്ന ഈ ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. ആ എരുമ തല കുലുക്കും. നമ്മൾ വെറുതെ അഭിമാനിക്കുകയാണ് നമ്മൾ മനുഷ്യരാണ്, ഏറ്റവും ബുദ്ധിശാലികളാണെന്നേ. നമുക്ക് എന്ത് ബുദ്ധിയാ ഉള്ളത്? എന്നാൽ നമ്മളുടെ ഇടയിൽ ചിലർക്കൊക്കെ ഉണ്ടതാണ് വിവേകം. ആ വിവേകം ഭഗവത് കൃപയാണ്. അതിനാണ് കൃപ എന്ന് പേര്. ബുദ്ധി തെളിഞ്ഞാൽ ഈശ്വര കൃപ. അത് മനുഷ്യനാവണം നിർബന്ധമൊന്നുമില്ല എന്നാണ്. ആ തെളിവിന് തന്നെയാണ് ജ്ഞാനം എന്ന് പറയണത്, ഭക്തി എന്ന് പറയണത്, യോഗം എന്ന് പറയണത് ഒക്കെ തന്നെ. ബുദ്ധിയിൽ വിവേകം വന്നാൽ അയാൾ യോഗിയാണ്, ജ്ഞാനിയാണ്, ഭക്തനാണ്. ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിൽ പറഞ്ഞു, മനുഷ്യനായിട്ട് ജനിച്ചിട്ട് എന്ത് കാര്യം? ഈ ഭക്തി ഇല്ലെങ്കിൽ മൃഗമായിട്ടോ വല്ലതൊക്കെ ജനിച്ചാലും വേണ്ടില്ല എന്നാണ്. നരത്വം ദേവത്വം നഗവന മൃഗത്വം അശകതാം പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണപരമാനന്ദലഹരീ വിഹാരാസക്തം ചേത് ഹൃദയമിഹ കിം തേന വപുഷാ. നരത്വം ദേവത്വം നഗവന മൃഗത്വം അശകതാം. മനുഷ്യനായിട്ട് ജനിച്ചാൽ എന്തേ, ദേവനായിട്ട് ജനിച്ചാൽ എന്തേ, കാട്ടിലോ മലയിലോ ചുറ്റി നടക്കുന്ന മൃഗമായിട്ട് ജനിച്ചാൽ എന്തേ, കൊതുകായിട്ട് ജനിച്ചാൽ എന്തേ, മശകത്വം വാ ഭവതു. അതുവരെ പോയി. ഈ സത്സംഗത്തിൽ ഇങ്ങനെ കടിച്ചുകൊണ്ട് നടക്കുന്ന കൊതുവിന് ജ്ഞാനമില്ല എന്ന് ആര് കണ്ടു? പശുത്വം കീടത്വം. വാൽമീകി രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ
ജടായുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ലക്ഷ്മണനോട് പറയണു, മനുഷ്യരിൽ മാത്രമേ മഹാത്മാക്കളുള്ളൂ എന്ന് ധരിക്കേണ്ട ലക്ഷ്മണ എന്ന്. സർവത്ര ഖലു ദൃശ്യന്തേ സാധവോ ധർമ്മചാരിണഃ ശൂരാഃ ശരണ്യാഃ സൗമിത്രേ തിര്യഗ്യോ നിഗതേഷ്വപി. പക്ഷി മൃഗാദികളിലും മഹാപുരുഷന്മാരുണ്ട്, മഹാത്മാക്കളുണ്ട്. എനിക്ക് ദശരഥൻ എങ്ങനെ മാന്യനാണോ, വസിഷ്ഠാദി മഹർഷികൾ എങ്ങനെ മാന്യന്മാരാണോ, അതുപോലെ തഥായം പഥകേശ്വര, ഈ പക്ഷിരാജാവ് എനിക്ക് മാന്യനാണെന്ന് എന്ന് പറഞ്ഞ് തന്റെ അച്ഛന് ചെയ്യേണ്ട ശ്രാദ്ധാദി കർമ്മങ്ങളൊക്കെ തന്നെ ജടായുവിന് ചെയ്യാണ്. കണ്ണീരുകൊണ്ട് പവിത്രമായ അർഘ്യം കൊടുത്തു എന്നാണ് വാൽമീകി പറയണത്. ദശരഥ ദുരപാപം പ്രാപനൈവാപമംബ. അപ്പൊ പക്ഷികളിലും മൃഗങ്ങളിലും സർവഭൂതങ്ങളിലും there is a chance, a rare chance of manifestation of ബുദ്ധി. ആ ബുദ്ധി ഭഗവാൻ പറയണത് അത് എന്റെ ആവിർഭാവാണ്. എവിടെ കാണുന്നു അവിടെ ഞാനുണ്ടെന്ന് ധരിച്ചോള. ഏത് ജാതി, ഏത് വർണ്ണം, ഏത് ആശ്രമം, ഏത് നാട്ടില്, എവിടെ ഒന്നും പറയാൻ വയ്യ. ഏത് വയസ്സ് ഒന്നും പറയാൻ വയ്യ. പ്രഹ്ലാദന് ഗർഭത്തിലിരിക്കുമ്പോ ബുദ്ധി മാനിഫെസ്റ്റായി. ഗർഭത്തിലിരിക്കുമ്പോ ഏത് കുട്ടിക്കാ ബുദ്ധി ഉണ്ടാവുക അല്ലേ? പ്രഹ്ലാദന് ഗർഭത്തിലിരിക്കുമ്പോഴാണ് നാരദ മഹർഷി ബ്രഹ്മവിദ്യ പറഞ്ഞു കൊടുക്കണത്. കുട്ടി ജനിക്കുമ്പോ തന്നെ പൂർണ്ണ ജ്ഞാനിയായിട്ട് ജനിച്ചു. ചിലർക്ക് ശതാഭിഷേകം കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവണില്ല. വളരെ കടുകട്ടി എന്ന് പറയുന്നു. വയസ്സ് 80 കഴിഞ്ഞു, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അതിപ്പോ ആരാ കുറ്റക്കാര്? ഈശ്വരൻ കനിഞ്ഞിട്ടില്ല. ഏത് ഈശ്വരൻ? ഉള്ളിലുള്ള ഈശ്വരൻ. വെളിയിലുള്ള ഈശ്വരന്മാരൊക്കെ കനിഞ്ഞിട്ടും കാര്യമില്ല, വെളിയിലുള്ള ഗുരുക്കന്മാരൊക്കെ കനിഞ്ഞിട്ടും കാര്യമില്ല. ലോകത്തിലുള്ള സകല പുസ്തകങ്ങൾ വീട്ടിലുണ്ടെങ്കിലും ഈ ഉള്ളിലുള്ള അന്തര്യാമിയായിട്ടുള്ള ഈ വിവേകശക്തി തെളിയുന്നവരെ ആചാര്യന്മാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹരി എന്നെ ഉപദേശിച്ചാലും ശിവൻ ഉപദേശിച്ചാലും ബ്രഹ്മാവ് ഉപദേശിച്ചാലും നിന്റെ ഉള്ളിൽ വിവേകം വരണവരെ നിനക്ക് ഒരു ഗതിയില്ലാപ്പാന്ന് പറഞ്ഞു അഷ്ടാവക്രൻ. അഷ്ടാവക്ര സംഹിതയിലുള്ള ഒരു ശ്ലോകമാണ്, ഹരിറിയതി ഉപദേഷ്ടാതെ ശിവ കമലസംഭവ തഥാപിന തപസ്വാസ്ഥ്യം. ഹരി ഉപദേശിച്ചും ബ്രഹ്മാവ് ഉപദേശിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നാണ്. ഉള്ളിലുള്ള ആള് തയ്യാറാവണം, ഉള്ളിലുള്ള ആള് ഉണരണം, അല്ലെങ്കിൽ പ്രയോജനമില്ല. അതിനാണ് ഭഗവാൻ പോലും അർജുനനെ ഇത്ര കാലം കാത്തോണ്ടിരുന്നത്. ഉപദേശിക്കാം. എപ്പോഴാ ഫലിക്കാന്ന് വെച്ചാൽ ആചാര്യന്മാർക്കും അറിയാം ഇയാളുടെ ഉള്ളിലുള്ള ടീച്ചർ ഉണർന്നു കഴിഞ്ഞാൽ വെളിയിലുള്ള ടീച്ചർ പറയണത് ഏറ്റും. ഇയാളുടെ ഉള്ളിലുള്ള റിസെപ്റ്റീവ് ഏജന്റ്, റിസെപ്റ്റീവ് പവർ അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് വെളിയിലുള്ള ഗുരുവും കൊടുക്കണത്. അതാണ് അർജുനന് കൃഷ്ണൻ ഇത്ര ദിവസം ഉപദേശിച്ചില്ലല്ലോ. ഇത്രയും ദിവസം കൃഷ്ണനിൽ ഒരു ഗുരു ആവിർഭവിച്ചില്ല, ഒരു ഫ്രണ്ട് മാത്രമായിരുന്നു. എന്താ വേണ്ടത് അതാണ്. അർജുനന് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുത്തു കൃഷ്ണൻ. പാണ്ഡവരുടെ കൂടെ നടന്നു, അവർക്ക് കാട്ടിലൊക്കെ സഹായം ചെയ്തു കൊടുത്തു, യുദ്ധത്തിന് ദൂതിനു വേണ്ടി പോയി, തേരോടിക്കണോ തേരോടിക്കാൻ വന്നു. അർജുനൻ ഇടക്കാലത്തൊരു സന്യാസി വേഷമൊക്കെ കെട്ടി വന്നു അല്ലേ? വിവേകം വരണമെങ്കിൽ അന്ന് വരേണ്ടതാണ്. സന്യാസിയായിട്ടൊക്കെ വാനപ്രസ്ഥനായിട്ടൊക്കെ വന്നു. അപ്പൊ വന്നപ്പോഴൊക്കെ പറഞ്ഞു ദ്വാരകയിലേക്ക് വന്നു. അപ്പോഴും കൃഷ്ണന് മനസ്സിലായി അർജുനാണെന്ന് മനസ്സിലായി. അപ്പോഴെങ്കിലും സന്യാസി വേഷത്തിൽ വന്നിരിക്കണമല്ലോ. ഗീത ഉപദേശിക്കാമെന്ന് ഭഗവാൻ തോന്നിയോന്ന് വെച്ചാൽ തോന്നിയില്ല. രാമകൃഷ്ണ പരമഹംസർ പറയും, പലരിടത്തും ഹൃദയ ചോദിക്കും രാമകൃഷ്ണദേവന്റെ അടുത്ത്, രാമകൃഷ്ണദേവന്റെ മരുമകൻ കൂടെ അത്ര വലിയ ആളുകൾ വരണു, അങ്ങെന്താ ഉപദേശിക്കാത്ത? നിങ്ങൾ ഈ ഉള്ള പിള്ളേരെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് വലിയ വലിയ സാധനയും മറ്റുമൊക്കെ പറഞ്ഞു കൊടുക്കണു, ഇത്രയും വലിയ ആളുകൾ വന്നിരിക്കണു, അങ്ങ് ഒന്നും മിണ്ടണില്ലല്ലോ.
അപ്പൊ രാമകൃഷ്ണദേവൻ പറയും, ഞാൻ എന്ത് ചെയ്യും ഹൃദയ, അമ്മ എന്റെ ഇവിടെ പിടിക്കുകയാണെന്നാ. അവര് വന്നാ ഒന്നും വരണില്ല, ഒന്നും പറയാൻ പറ്റണില്ല. വളരെ വിചിത്രമാണ്. ചില ദിവസം സത്സംഗത്തിലേ സംഭവിക്കും. ചില ആളുകള് ചിലപ്പോ അവര് മുമ്പിൽ വന്ന് ഇരുന്നാൽ ഒന്നും പറയാൻ പറ്റില്ല, എന്താന്നേ പറയാൻ പറ്റില്ല. അത് നിയതിയാണത്. അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് അതേ ഇവിടെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താവെന്ന് വെച്ചാൽ ചിലപ്പോ നിങ്ങളെ ആയിരിക്കും ആ ശക്തി നിയന്ത്രിക്കുന്നത്. നല്ല ഘട്ടം വരുമ്പോ നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഷട്ടർ ഇടാൻ അയാൾക്കറിയാം. ഉള്ളില് എപ്പോഴാ ഷട്ടർ ഇടേണ്ടത് എന്ന് വെച്ചാൽ അപ്പെട്ടുള്ളൂ. അല്ലെങ്കിൽ ശരിയായ ഘട്ടമാവുമ്പോ അടുത്തിരിക്കുന്ന ആൾ തോണ്ടി വിളിക്കും. പോവും. ആ ഒരു സെക്കൻഡില് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അർജുനൻ സന്യാസി വേഷം കെട്ടി വന്നപ്പോഴും ഭഗവാൻ ഗീത ഉപദേശിച്ചില്ലല്ലോ. എന്താന്ന് വെച്ചാൽ അപ്പൊ കൃഷ്ണന്റെ ഉള്ളിൽ അപ്പോഴും ഗുരു വന്നില്ല, അർജുനനിൽ ശിഷ്യനും വന്നില്ല. അർജുനൻ ചോദിച്ചത് എന്താ? സുഭദ്രയെ കണ്ടിട്ട് അതാരാ എന്ന് ചോദിച്ചു. എന്റെ സഹോദരിയാണ്, കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോ, ഒക്കെ ഏർപ്പാട് ചെയ്ത് തരാൻ തോന്നുന്നു. അർജുനന് ഇപ്പൊ അതേ വേണ്ടുവേ, എന്താ വേണ്ടതിന് കൊണ്ടുപോയിക്കോളൂ തോന്നുന്നു. സുഭദ്രയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഏർപ്പാട് ചെയ്ത് കൊടുത്തു എന്നല്ലാതെ ഗീതയൊന്നും ഉപദേശിച്ചില്ല. ഇയാളിപ്പോ സന്യാസി വേഷം കെട്ടി വന്നത് കണ്ടിട്ട് ഭഗവാനൊന്നും വ്യാമോഹിച്ചു പോയില്ല. യുദ്ധഭൂമിയിൽ ഏറ്റവും വിപരീതമായ സന്ദർഭം നോക്കൂ. ഒരിക്കലും തത്വോപദേശത്തിന് യാതൊരു വിധത്തിലും അനുകൂലമല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അർജുനന്റെ ഉള്ളിൽ ഒരു ശിഷ്യൻ ഉണ്ടാവണത്. നമ്മൾ ആധ്യാത്മികത്തിന് വേണ്ടി സന്ദർഭ ആശ്രമം കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോ നമുക്ക് ഉപദേശം നടക്കുന്നത് ബോംബെയില് രാവിലെ പോകുന്ന ആ ട്രെയിനിലായിരിക്കും, ഇലക്ട്രിക് ട്രെയിനിൽ തിരക്കിന്റെ നടുവില് മൂക്കിന് നിന്നിട്ടായിരിക്കും ചിലപ്പോ നമ്മളുടെ ഉള്ളില് തത്വോപദേശത്തിനുള്ള വാഞ്ച വരണത്. ചിലപ്പോ അവിടെ ആയിരിക്കും നമ്മളുടെ മുമ്പിൽ ഒരു ഗുരു വന്ന് നിൽക്കുക. എവിടെയാ വരിക എന്ന് പറയാൻ വയ്യ. അർജുനന്റെ യുദ്ധഭൂമി നോക്കൂ, ഏറ്റവും പ്രതികൂലമായ ഒരു സ്ഥലം. ഏകാന്തതയില്ല, പ്രശാന്തതയില്ല, കാടല്ല, അമ്പലല്ല. മുമ്പിൽ നിൽക്കുന്ന ആള് കയ്യിൽ ചാട്ടവാറൊക്കെ പിടിച്ച് കുതിര ഓടിക്കാനിരിക്കുന്ന ആളാണ്. ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം. ആ ഉള്ളില് ബ്ലോസമിങ് ഉണ്ടാവുന്നത് അവിടെയാണ്. എവിടെ വരും എന്ന് പറയാൻ വയ്യ, ഏത് സന്ദർഭത്തിലാ വരാന്ന് പറയാൻ വയ്യ. ജനകൻ അഷ്ടാവക്രന്റെ മുമ്പിൽ കുതിരയുടെ മുകളിലായിരിക്കണത്. ജനകൻ പറഞ്ഞു, അങ്ങ് ഉപദേശിക്കുമോ എന്ന് ചോദിച്ചു. ശരണാഗതി ചെയ്തിട്ട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ അങ്ങക്ക് അർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ജനകൻ കാല് പൊന്തിച്ച് കുതിരപ്പുറത്ത് തന്നെ നിന്നു എന്നാണ് ഉപദേശം കേൾക്കാനായിട്ട്. ഇറങ്ങി വരാൻ പോലും പറ്റിയില്ല അത്രേ. ഈ ബുദ്ധി എവിടെയാ? ബുദ്ധി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ അല്ല, തത്വജിജ്ഞാസ. ആ തത്വജിജ്ഞാസ ഒരാളിൽ എപ്പ വരും, എങ്ങനെ വരും ഒന്നും പറയാൻ വയ്യ. ഏത് സന്ദർഭത്തിൽ വരും പറയാൻ വയ്യ. എങ്ങനെയാ ഉണ്ടാവുക ഒന്നും പറയാൻ വയ്യ. ആ തത്വജിജ്ഞാസ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ കർമ്മകാണ്ഡത്തിലെ അനുഷ്ഠാനങ്ങളും ധർമാനുഷ്ഠാനവും ഒക്കെ തന്നെ. തത്വജിജ്ഞാസ ഉണ്ടായോ ബാക്കിയെല്ലാം നിവൃത്തമായി. നിങ്ങൾ കാറിൽ വന്ന് ഇവിടെ വന്ന് ഇറങ്ങി കാറ് ഇതുവരെ കൊണ്ടാക്കിയ കാറിന്റെ പണി കഴിഞ്ഞു എന്നുള്ള പോലെ തത്വജിജ്ഞാസ ഉണ്ടായാൽ, ഈ ബുദ്ധി ഉള്ളിൽ ആവിർഭവിച്ചാൽ മറ്റ് വേദ ശാസ്ത്ര കർമ്മ തന്ത്ര മന്ത്രാദികളൊക്കെ പൂർണ്ണമായി. സ്നാതം തേന സമസ്തവാരിനിവഹോ. അവൻ എല്ലാ തീർത്ഥങ്ങളിലും കുളിച്ചിരിക്കുന്നു, എല്ലാ പുണ്യക്രിയകളും ചെയ്തിരിക്കുന്നു, എല്ലാ യജ്ഞങ്ങളും സമാപിച്ചിരിക്കണമെന്നാണ്.
ആ ബുദ്ധി ഉള്ളിൽ ആവിർഭവിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞത് അത് എന്റെ സാന്നിധ്യമാണ്, എന്റെ പ്രസൻസ് ആണ്. അതുകൊണ്ടാണ് പരീക്ഷിത്ത് ഭാഗവതത്തിൽ ശ്രീ ശുകാചാര്യരോട് എനിക്ക് തത്വോപദേശം ചെയ്യൂ, 7 ദിവസം എനിക്ക് ആയുസുള്ളൂ, ഞാൻ എന്ത് ചെയ്യണം, മരണത്തിനെ മുമ്പിൽ കണ്ടിട്ടുള്ള ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ ശ്രീശുകൻ ആദ്യമായിട്ട് പറയണത് കൃതോ ലോകഹിതം നൃപ എന്നാണ്. ഹേ രാജൻ, ഈ ഒറ്റ ചോദ്യം കൊണ്ട് താങ്കൾ ലോകത്തിനെ മുഴുവൻ ആശീർവദിച്ചിരിക്കുന്നു. കാരണം ഈ ചോദ്യം നേരെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഇത് തന്നെ ഭഗവാന്റെ അനുഗ്രഹമാണ്. ഈ ചോദ്യം തന്നെ ഭഗവത് അനുഗ്രഹമാണ്. ബുദ്ധിർ ബുദ്ധിമതാം അസ്മി, തേജസ് തേജസ്വിനാം അഹം, തേജസ്വികളുടെ തേജസ് ഞാനാണ്. പ്രാഗൽഭ്യം, തേജസ് എന്ന് വെച്ചാൽ പ്രാഗൽഭ്യം, അവരുടെ ശക്തി, അവരുടെ തപസ്സിന്റെ ബാഹ്യ പ്രകടനം അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യത്തിന്റെ പ്രകടനം, അതിനാണ് തേജസ്. തേജസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ധരിക്കുന്നത് മുഖത്തുണ്ടാവുന്ന വെളിച്ചമൊക്കെയാണ് തേജസ് എന്നാണ്. നതു ത്വചഹാദീപ്തി, ത്വക്കിന്റെ ദീപ്തിയല്ല. പിന്നെയോ പ്രാഗൽഭ്യം എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണൻ കൗരവസഭയിലേക്ക് കയറി ചെല്ലുമ്പോ ആരും എഴുന്നേക്കരുത് എന്ന ദുര്യോധനൻ ചട്ടം കിട്ടിയിരുന്നു എന്നാണ്. കൃഷ്ണൻ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോ ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നത് ദുര്യോധനനാണ്. പ്രൊഫസർ NR കൃഷ്ണമൂർത്തി അയ്യർ വലിയൊരു ചിന്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം 5 വയസ്സിലോ മറ്റോ രമണ മഹർഷിയെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ പിന്നീട് പാശ്ചാത്യ ചിന്തകളും മറ്റുമൊക്കെ പഠിച്ചു. കുറച്ച് ഫ്രീഡം മൂവ്മെന്റിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രമണ ഭഗവാനോട് പുച്ഛമായിരുന്നു. ഇവിടെ രാജ്യത്തിൽ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ കോണക കൊടുത്തിരിക്കണ ഒരു സന്യാസി, ഒരു പണിയും ചെയ്യാതെ എന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവത്തോടെ ഗണിച്ചിരുന്ന ആളാണ്. ഒരു ഘട്ടത്തില് തിരുവണ്ണാമലയിലേക്ക് വന്ന സന്ദർഭത്തിൽ TK സുന്ദരേശ്വരയ്യർ എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ടീച്ചർ, അദ്ദേഹം പറഞ്ഞു നമുക്ക് രമണാശ്രമത്തിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ടത് ആ ഇൻസ്റ്റൻസ്. അദ്ദേഹം പറയണത് ടൗണിൽ ഒരേ തിരക്ക്, പല ഈ പകർച്ചവ്യാധികളൊക്കെ പടർന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആശ്രമത്തിലാവുമ്പോൾ കുറച്ച് തിരക്കൊന്നും ഉണ്ടാവില്ല, നല്ല സുഖമായിട്ട് താമസിക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ വരാമെന്ന് സമ്മതിച്ചു. അതേസമയം ഈ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്കൂൾ ടീച്ചറോട് പറഞ്ഞു, എന്റെ സ്വാമിയെ ഞാൻ നമസ്കരിക്കൊന്നുമില്ല, അതിന് സമ്മതമാണെങ്കിൽ വരാം. അപ്പൊ ഈ സ്കൂൾ ടീച്ചർ അദ്ദേഹം പറഞ്ഞു, നമസ്കരിക്കാത്ത ആളെയാണ് സ്വാമിക്ക് ഇഷ്ടം, അതുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കൊന്നും വേണ്ട, വരൂന്നു. കൂട്ടിക്കൊണ്ടുപോയി ആശ്രമത്തില് ഉള്ളിൽ കടന്നുകൊണ്ടിന് ഒരു വലിയ ഇലുപ്പ മരമുണ്ട്. അതിന്റെ ചുവട്ടിൽ വെച്ചാണ് അത്ര കണ്ടത്. ഉള്ളിൽ ചെന്നതും ആദ്യം നമസ്കരിച്ചത് ഇദ്ദേഹമാണ്. നമസ്കരിച്ച ശേഷമാണ് ഹി ബിക്കംസ് കോൺഷ്യസ് താൻ എന്താ ചെയ്തതെന്നുള്ളത്. എന്നിട്ട് ഒരു വളിച്ച ചിരിയും പാസ്സാക്കിയിട്ട് ഈ സ്കൂൾ ടീച്ചറോട് പറഞ്ഞു, വെറുതെ ഒരു അപമര്യാദയായിട്ട് പെരുമാറുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നമസ്കരിച്ചതാണെന്ന്. ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യവും ചോദിച്ചു മഹർഷിയോട്. ആ ചോദ്യം എന്താന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഒരു സ്ഥിതിയിലിരിക്കണം, നിങ്ങൾ മരിച്ചാൽ എന്താവും? നിങ്ങളെ ഇപ്പൊ ഒരു സ്റ്റേറ്റിലിരിക്കണം, യു ആർ ഇൻ എ സ്റ്റേറ്റ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? മഹർഷിയോടുള്ള ചോദ്യമാണ്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള ആർട്ടിക്കിളാണത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഉത്തരം ഒന്നിൽ ഞാൻ മുക്തനാവുമെന്നോ അല്ലെങ്കിൽ ശരീരം വിട്ടുപോകുമെന്നോ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കാനുള്ള യുക്തികളും ഒക്കെ ആയിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും നമ്മളുടെ ഉള്ളിൽ തന്നെ കുറെ ഉത്തരം ഉണ്ടല്ലോ. ഒരു 10-15 മിനിറ്റ് മഹർഷി ഉത്തരം ഒന്നും പറഞ്ഞില്ല. അപ്പൊ തന്നെ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നി ഇദ്ദേഹം മിണ്ടാതെ മൗനമായിട്ടിരുന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷെ ഒരു 15 മിനിറ്റിന് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ
ഒരു മറുചോദ്യം ഇങ്ങടയ്ക്ക് വന്നു. എന്താന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞല്ലോ, സ്ഥിതി എന്ന് പറഞ്ഞല്ലോ. വാട്ട് ഡു യു മീൻ ബൈ സ്റ്റേറ്റ്? സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു ചോദിച്ചപ്പോ ഇദ്ദേഹത്തിന് ഉത്തരം പറയാനൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ, ചിന്തിച്ചിട്ടല്ല ആ വാക്ക് പ്രയോഗിച്ചത്. ഇപ്പൊ ഞാൻ ശരീരത്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അബദ്ധമായി പോകും. കാരണം ശരീരം ഇവിടെ കത്തിച്ച് കളയുകയോ കുഴിച്ചിടുകയോ ചെയ്യും, എല്ലാവർക്കും അറിയാം. ആത്മാവിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ ചോദ്യം കൊണ്ട് തന്നെ ഞാൻ ആത്മാവിനെ സ്വീകരിച്ചു എന്നാവും. അപ്പൊ അത് ശരിയാവില്ല. മനസ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മനസ്സെന്താണെന്ന് അദ്ദേഹം ചോദിക്കും, പിന്നെ ഞാൻ ഉത്തരം പറയണം. ബുദ്ധിശാലികളുടെ ഒരു ബുദ്ധിമുട്ടേ. അപ്പൊ എന്താ ചോദിച്ചതെന്നാവുമ്പോ പ്രശ്നം. അപ്പൊ ഇങ്ങനെ താൻ തന്നെ വിചാരിച്ച് സ്ഥിതി എന്നുള്ളതിന് ഉത്തരം കണ്ടെത്താൻ തന്റെ ഉള്ളിൽ തന്നെ പോയി മനസ്സെന്ന് പറഞ്ഞാൽ എന്താ, ഈ മനസ്സെന്താ എന്നിങ്ങനെ ചോദിക്കാം. മഹർഷിയാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ ഉജ്ജ്വലമായിട്ട് ആ ദൃഷ്ടി ഇദ്ദേഹത്തിന്റെ മേലെ വീണുണ്ട്. മനസ്സിനെ ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആള് ആ സാന്നിധ്യത്തിന്റെ ബലത്തില് പെട്ടെന്ന് മനസ്സ് നിശ്ചലമായി. ശരീരമോ മനസ്സോ തന്റെ വ്യക്തിത്വമോ അല്ലാത്ത സത്ത, കേവലമായ ചിത്ത്, ഉണർവ് അകത്ത് നല്ലവണ്ണം പ്രകാശിച്ചു. വലിയ യോഗിയായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം. 1989 വരെയോ 90 വരെയോ ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം. ആ സമാധിസ്ഥിതി കുറച്ചു നേരത്തേക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് ഉണർന്ന ആൾക്ക് പിന്നെ എന്ത് ചോദ്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഐ കെയിം ടു കോൺകർ ബട്ട് ഐ വാസ് വാൻക്വിഷ്ഡ്, ഇൻ ദാറ്റ് ഫെയിലുവർ വാസ് മൈ വിക്ടറി എന്നാണ്. ഞാൻ തോൽപ്പിക്കാനാണ് വന്നത്, ജയിക്കാനാണ് വന്നത്, പക്ഷെ ഞാൻ തോറ്റുപോയി. ആ തോൽവിയാണ് എന്റെ ജയം എന്നാണ്. ആ തോൽവിയിലാണ് എന്റെ വിജയം. തേജസ് എന്ന് പറയണത് അനുകൂലമായ ശക്തിയാണ്. അത് ഒരിക്കലും മറ്റുള്ളവരെ അടക്കി വെക്കുന്ന ശക്തിയല്ല. ഞാൻ നിങ്ങൾ തന്നെ ആയിത്തീർന്നാൽ നിങ്ങളെ ജയിക്കാം, അല്ലാതെ നിങ്ങളെ അടക്കി വെച്ച് ജയിക്കുന്നത് ഒരിക്കലും പൂർണ്ണ ജയമല്ല. നിങ്ങളെക്കാളും എനിക്ക് ബലം ഉണ്ടെങ്കിൽ നിങ്ങളെ പേടിപ്പിച്ചിട്ട് വിരട്ടിയിട്ട് അടക്കി വെക്കാം. അത് എത്ര കാലം എന്റെ ബലം കുറയണോ അല്ലെങ്കിൽ എത്ര കാലം നിങ്ങളുടെ ബലം കൂടുന്നോ അതുവരെ ഉള്ളൂ. പക്ഷെ ഞാൻ നിങ്ങൾ തന്നെ ആയിത്തീരുമ്പോ അത് നിത്യജയമാണ്. ആ ജയമാണ് തേജസ് കൊണ്ടുണ്ടാവുന്നത്. തേജസ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതാണ് ഐക്യബുദ്ധി കൊണ്ട് ഉള്ള സർവവിജയം തേജസ് കൊണ്ട് സാധിക്കുന്നു. അപ്പോ തേജസ്വിനാം അഹം. ഭഗവാന്റെ സാന്നിധ്യത്തിലൊക്കെ ദുര്യോധനാദികൾ എഴുന്നേറ്റ് നിൽക്കാനും ഒക്കെ കാരണം അതാണ്. തേജസ്വിനാം അഹം. തേജസ്വികളുടെ തേജസ് ഞാനാണ്. അടുത്ത ശ്ലോകം നോക്കൂ. ബലം ബലവതാം അസ്മി കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ബലം ബലവതാം അസ്മി. ബലമുള്ളവരുടെ ബലം ഞാനാണ്. ബലം ബലവതാം അസ്മി. പക്ഷെ ആ ബലം എങ്ങനെയുള്ളതാ? കാമരാഗ വിവർജിതം. അതില് രാഗമോ കാമമോ ഇല്ല. കാമരാഗ വിവർജിതം. കാമഃ തൃഷ്ണ അസന്നികൃഷ്ടേഷു വിഷയേഷു രാഗഃ രഞ്ജന പ്രാപ്തേഷു വിഷയേഷു. നമ്മൾക്ക് സ്വന്തമായിട്ടുള്ള വിഷയത്തിലുള്ള അറ്റാച്ച്മെന്റ് രാഗം, കിട്ടാത്ത വസ്തുവിനോടുള്ള ആഗ്രഹം കാമം. ഇത് രണ്ടുമില്ലാത്ത ബലം ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് ഫോഴ്സ്. അതിനാണ് ക്ഷാത്രം എന്ന് വാസ്തവത്തിൽ പറയണത്. മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ബലമാണ്. മറ്റുള്ളവർക്ക് ഒരു അഭയം കൊടുക്കാനുള്ള ബലം, ആ ബലം ഞാനാണെന്നാണ്.
മറ്റുള്ളവരെ അടക്കി ഭരിക്കാനോ മറ്റുള്ളവരുടെ സ്വത്ത് സ്വന്തമാക്കാനോ ലോകത്തിൽ കാണുന്ന മൃഗീയമായ ബലം ഉണ്ടല്ലോ. എനിക്ക് ബലമുണ്ടോ? സാധിക്കുന്ന അത്രയും പിടിച്ചടക്കാം. ആ ബലമല്ല. അതുകൊണ്ടാണ് വിശേഷണം കൊടുത്തത് കാമരാഗ വിവർജിതം. ഒരു വസ്തുവിനോടുള്ള ആസക്തിയുമില്ല, ഒന്നും വേണമെന്നുള്ള ആഗ്രഹമില്ല, തനിക്ക് ഉള്ള വസ്തുവിനോട് അറ്റാച്ച്മെന്റും ഇല്ല, കിട്ടാത്ത വസ്തുവിൽ മോഹവുമില്ല. ആ ബലം ബലം ബലവതാം ച അഹം കാമരാഗ വിവർജിതം. അതിൽ കാമമോ രാഗമോ ഇല്ല. ആ ബലം സംരക്ഷണം കൊടുക്കുന്നു, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ശാരീരിക ബലം മാത്രമല്ല. ഉദാഹരണം നമ്മൾക്ക് ഇതിഹാസത്തിൽ പറയുകയാണെങ്കിൽ ഹനുമാന്റെ ബലം. ആ ബലം തന്റെ സ്വാർത്ഥതയ്ക്ക് ഇല്ലേ ഇല്ല. ശാരീരിക ബലം എടുത്തോളൂ, ഹനുമാന്റെ ബലം തന്റെ സ്വാർത്ഥതയ്ക്ക് ഇല്ലേ ഇല്ല. അതുകൊണ്ടാണ് സുഗ്രീവൻ ഹനുമാനെ തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നത്. സീതാന്വേഷണത്തിന് പോകുമ്പോ എല്ലാ വാനരന്മാരും വരുമ്പോ ഹനുമാനെ മാത്രം വിളിച്ചിട്ട് സുഗ്രീവൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ത്വയ്യേവ ഹനുമൻ അസ്തി ബലം ബുദ്ധി പരാക്രമഃ ദേശകാലാനുവൃത്തിശ്ച നയശ്ച നയസത്തമാം. 5 ലക്ഷണങ്ങൾ പറയാണ്. ത്വയ്യേവ ഹനുമൻ അസ്തി ബലം ബുദ്ധി പരാക്രമഃ ദേശകാലാനുവൃത്തിശ്ച നയശ്ച നയപണ്ഡിതം. നിന്നിൽ ബലമുണ്ട്, ബുദ്ധിയുണ്ട്. ചിലർക്ക് ബലം ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവില്ല. എവിടെയാ ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ബലം ധാരാളം ഉണ്ടാവും, ബലം ഉണ്ട്, ബുദ്ധിയുമുണ്ട്. സാധാരണ ബലവും ബുദ്ധിയും 2 സ്ഥലത്താണ്. അതുകൊണ്ട് ഈ ബലമുള്ളവനെ ബുദ്ധിയുള്ളവൻ ഉപയോഗിക്കും. അതാണ് ലോക നിയമം. ബലം ഇയാൾക്കുണ്ടാവും, ബുദ്ധി വേറെ ഒരാൾക്കുണ്ടാവും. ബുദ്ധിയുള്ളവന് ബലമില്ലാത്തതുകൊണ്ട് ബലമുള്ളവനെ ബുദ്ധിയുള്ളവൻ ഉപയോഗിക്കും. ബലം ബുദ്ധി പരാക്രമഃ. പൊതുവെ ചിലപ്പോ ഈ ബലം ഉണ്ടാവും, അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടാവും, പരാക്രമം ഉണ്ടാവില്ല, അഡ്വഞ്ചറസ് ആയിട്ടിരിക്കില്ല. പരാക്രമ ദേശകാലാനുവൃത്തിച്ച് സമയോചിതമായിട്ട് ആ ബലത്തിനെയോ ബുദ്ധിയെയോ പരാക്രമത്തിനെയോ പ്രയോഗിക്കാം. അതുമാത്രമല്ല, എങ്ങനെ വേണോ, എങ്ങനെ ചെയ്താലാണോ അത് മംഗളമായിട്ടിരിക്കുക അങ്ങനെ പ്രയോഗിക്കുക. നയം. ഇതൊക്കെ ഹനുമാനെ നിന്റെ അടുത്തുണ്ട് എന്നാണ് സുഗ്രീവൻ പറയണത്. അതുകൊണ്ടാണ് ഹനുമാനെ അതിനു വേണ്ടി സെലക്ട് ചെയ്തെടുത്തത്, തെരഞ്ഞെടുക്കണത്. ബലമുണ്ട്, ആ ബലത്തിൽ കാമവുമില്ല രാഗവുമില്ല. അത്തരത്തിലൊരു ബലവുമായിട്ടാണ് ലങ്കയിലേക്ക് പോയി ലങ്കാദഹനം ചെയ്ത്, സീതയെ കണ്ടു, ലങ്കാദഹനം ചെയ്തു, തിരിച്ചു വന്ന് ഹനുമാനെ രാമൻ കെട്ടിപ്പിടിക്കും, ആലിംഗനം ചെയ്തുകൊണ്ട്. ശ്രീരാമൻ പറയാ, ഇത് വേറെ ആർക്ക് സാധിക്കാത്ത കാര്യമാണ് നീ ചെയ്തിരിക്കണത്. അതിന് കാരണം നിന്റെ ബലത്തിൽ കാമവുമില്ല രാഗവുമില്ല. നിനക്ക് കാമവും രാഗവും നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ട്, നിനക്ക് കിട്ടാത്ത വസ്തുക്കളിൽ മോഹമില്ല, കിട്ടിയ വസ്തുക്കളിൽ അറ്റാച്ച്മെന്റ് ഇല്ല, റെക്കഗ്നിഷൻ വേണമെന്നുള്ള ആഗ്രഹമില്ല. അതുകൊണ്ടാണ് നിന്റെ ബലം ഇത്രയധികം പ്രബലമായിട്ടിരിക്കുന്നത്. നിനക്ക് ഞാനൊരു ആശീർവാദം തരാം. രാമൻ കൊടുക്കുന്ന ആശീർവാദം എന്താന്ന് വെച്ചാൽ, ഒരിക്കലും നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോട്ടെ എന്നാണ് രാമായണത്തിൽ കൊടുക്കുന്ന ആശീർവാദമാണ്. ഹേ ഹനുമൻ, നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോട്ടെ, എന്നിൽ ലയിച്ചു പോട്ടെ. നീ എനിക്ക് ചെയ്ത ഉപകാരം ഉണ്ടല്ലോ, ഈ ഉപകാരം എന്നിൽ ലയിച്ചു പോട്ടെ. മയ്യേവ പ്രളയം യാതു യത്വയാ ഉപകൃതം ഹരേ
നര പ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷത്തെ. മയ്യേവ പ്രളയം യാതു, എന്നിൽ തന്നെ ലയിച്ചു പോട്ടെ എന്നാണ്. യത്വയാ ഉപകൃതം ഹരേ, ഹേ ഹനുമൻ, നീ ചെയ്ത ഉപകാരം ഉണ്ടല്ലോ അത് എന്നിൽ അങ്ങോട്ട് ഇല്ലാതായി പോട്ടെ എന്ന്. നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ ആശിക്കണില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ റോഡിൽ പോകുന്നു, ആരെങ്കിലും ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കണു എന്ന് വെച്ചോള, നിങ്ങൾ അയാളെ എടുത്തു, കാറിലിട്ടു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു, അയാൾക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ നിങ്ങളെ കണ്ടു, നിങ്ങളാണ് ഈ ഉപകാരം ചെയ്തതല്ലേ, നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞ, ഇതേപോലെ നിങ്ങൾക്ക് ആക്സിഡന്റ് ആവണം ഒക്കെ വിപരീതമായി നിങ്ങൾക്ക് ഒരു ദുരന്തം ആശിക്കുകയാണ് അല്ലേ. അപ്പൊ ഒരിക്കലും പ്രത്യുപകാരം ചെയ്യാൻ കഴിയാതെ പോട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞ, എനിക്ക് വന്ന് ഈ വിധി ഒന്നും നിനക്ക് വരാതിരിക്കട്ടെ എന്നാണ്. ഹനുമാൻ ഇത്തരത്തിൽ തലയിലെഴുത്തൊന്നും വന്നില്ലല്ലോ. കല്യാണം കഴിക്കുകയോ ഭാര്യയെ വിട്ട് പിരിയുക, ഈ ബുദ്ധിമുട്ട് തലയിലെഴുത്തൊന്നും ഹനുമാന് ഉണ്ടായതേ ഇല്ല. ആ ബലം, ആ കാരണം, ആ ബലത്തിന്റെ സീക്രട്ട് എന്താ? അതില് കാമരാഗ വിവർജിതം, ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ബലമാണ്. സുഗ്രീവനെങ്കിലും തനിക്ക് രാജ്യം വേണം, സ്ഥാനം വേണം, ഒക്കെ മോഹമുണ്ട്. അയാള് തന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് സുഗ്രീവൻ. ഹനുമാന് ഒന്നുമില്ല. രാമായണ കഥ മുഴുവൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് രാമനെ പോലും ആയിരിക്കില്ല, ഹനുമാനാണ്. എന്താ? ബലമുണ്ട്, ആ ബലത്തിൽ രാഗമില്ല, കാമമില്ല. ആ ബലം അതുകൊണ്ട് തന്നെ സർവത്ര വിജയിക്കുകയാണ്. സീത തന്നെ ആശ്ചര്യപ്പെട്ടു പോവാണ്. സീത തന്നെ കണ്ടിട്ട് പറഞ്ഞു, വിക്രാന്തസ്ത്വം സമർത്ഥസ്ത്വം പ്രാജ്ഞസ്ത്വം വാനരോത്തമ. നീ വിക്രാന്തനാണ്, സമർത്ഥനാണ്, പ്രാജ്ഞനാണ്. ആർക്ക് സാധിക്കും ഇങ്ങനെ? രാമായണത്തിലെ ഏറ്റവും മംഗളമായ സന്ദർഭമാണ് സീത ഹനുമാനെ കാണുന്ന സന്ദർഭം. ദദർശ പിംഗാധിപതേരമാത്യം വാതാത്മജം ബുദ്ധിമതാം വരിഷ്ഠം. സീത കോരിത്തരിക്കുന്ന ഒരു സന്ദർഭമാണ് അത്. അത്ര മംഗളമായ ദർശനം എന്നാണ്. വേഷ്ടിതാർജുനവസ്ത്രം തം വിദ്യുത് സംഘാത പിംഗളം ദദർശ പിംഗാധിപതേരമാത്യം വാതാത്മജം ബുദ്ധിമതാം വരിഷ്ഠം. കരഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവി ഭഗവാനെ വിട്ട് പിരിഞ്ഞുകൊണ്ട് ശോകേന മോഹേന ച തപ്യമാന ആ അശോകവാടികയിലിരിക്കുമ്പോ എങ്ങനെയാ സീതയെ അപ്രോച്ച് ചെയ്യേണ്ടെന്നുള്ള ബുദ്ധി, ഡയറക്റ്റായിട്ട് മുമ്പിൽ ചാടിക്കയറി ഞാൻ രാമദൂതനാണെന്നൊന്നും പറയാതെ പതുക്കെ 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 രാമകഥയെ മുകളിൽ നിന്നും പറയുന്നു. ആ മധുരമായ ശബ്ദം, രാമൻ തന്നെ ഹനുമാനെ കാണുമ്പോ ആദ്യം പറയണു, എന്തു മധുരം ശബ്ദമെന്ന്. ആ ശബ്ദം കേട്ടിട്ട് ശ്രീരാമൻ പറയുന്നു, ഇവനെ വെട്ടണമെന്ന് വാളുയർത്തി ഇവൻ ചുവട്ടിലിട്ടു പോകുമെന്ന്. അത്ര മധുരമായ ശബ്ദം. അവന്റെ ഭാഷണം കേട്ടാൽ ഇവന് ഋഗ്വേദമറിയാം, സാമവേദമറിയാം, യജുർവേദമറിയാം, വ്യാകരണമറിയാം, ശബ്ദശാസ്ത്രം മുഴുവൻ അറിയാം, ഒക്കെ അറിയാൻ തോന്നുന്നു. ഹനുമാൻ 5 മിനിറ്റ് സംസാരിച്ചതേ ഉള്ളൂ. അതിന്ന് ശ്രീരാമൻ പറയണ വിശേഷണമാണ് അതൊക്കെ. ഇവനെല്ലാം അറിയാം, ഇവൻ സർവജ്ഞനാണ്. സുന്ദരകാന്ഡത്തിൽ അശോകവാടികയിൽ ആ മരത്തിന്റെ ചുവട്ടിൽ നിന്നും ഈ രാമകഥ കേട്ടിട്ട് സീത അങ്ങനെ നോക്കുക മുകളിലേക്ക്. അപ്പോ വാൽമീകി വർണ്ണിക്കുന്ന ഒരു രൂപം ഇടിമിന്നൽ കണക്കെ ഉള്ള വർണ്ണം എന്നാണ്. ഇടിമിന്നൽ പോലെയുള്ള വർണ്ണം അത്ര. ഹനുമാന്റെ കളറാണ് പറഞ്ഞത്. ഇടിമിന്നൽ പോലെയുള്ള വർണ്ണം. ദദർശ പിംഗാധിപതേരമത്യം വേഷ്ടിത അർജുന വസ്ത്രം. അർജുന എന്ന് വെച്ചാൽ വെളുത്ത വസ്ത്രം, ബ്രഹ്മചാരിയുടെ ഡ്രസ്.
വിദ്യുത് സംഘാത പിംഗളം. എങ്ങനെയുണ്ട്? ആരെയാ കണ്ട്? വാതാത്മജം ബുദ്ധിമതാം വരിഷ്ഠം. വാതാത്മജം ബുദ്ധിമതാം വരിഷ്ഠം, ജ്ഞാനികളിൽ ബുദ്ധിയുള്ളവരിൽ ഏറ്റവും ശ്രേഷ്ഠം. തേജസ് എവിടെയാ കാണുന്ന ഹനുമാന്റെ എന്ന് വെച്ചാൽ രാവണന്റെ സഭയിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചാൽ സീതയെ കണ്ട ശേഷം അശോകവാടികയൊക്കെ തകർത്തു, സർവത്ര ഒക്കെ തല്ലിപ്പൊളിച്ചു. എല്ലാം കഴിഞ്ഞപ്പോ ഹനുമാനെ ഓരോരുത്തരെയായി രാവണൻ പറഞ്ഞയക്കണം. അപ്പൊ രാവണൻ സംശയിക്കുകയാണ്, ഇങ്ങനെയുണ്ടോ ഒരു കുരങ്ങ് എന്നാണ്. ഞാൻ എത്ര കുരങ്ങന്മാരൊക്കെ കണ്ടിരിക്കണു, ബാലിയെ അടക്കം കണ്ടിട്ടുണ്ട്. പക്ഷേ വാനരോയമിതി ശ്രുത്വാ നൈവ ശുദ്ധ്യതിമേ മനഃ, ഇത് വാനരനാണെന്ന് കേൾക്കുമ്പോ എനിക്ക് അങ്ങോട്ട് ഉറപ്പ് തോന്നണില്ല എന്നാണ്. കൊണ്ടുവരുമെന്ന്. എന്നിട്ടാണ് ഇന്ദ്രജിത്ത് പോയിട്ട് ബ്രഹ്മാസ്ത്രത്തിൽ ബന്ധിച്ച് കൊണ്ടുവരണത്. കൊണ്ടുവരുമ്പോ ഏറ്റവും ഗംഭീരമായ ഒരു സീനാണത്. ഈ കൃഷ്ണൻ കുരുക്ഷേത്ര സഭയിലേക്ക് കടന്ന പോലെ തന്നെ ഹനുമാനെ കെട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് വരും. ഇതൊക്കെ വാൽമീകി രാമായണം തന്നെ കാണണം. കെട്ടിക്കൊണ്ട് ഉള്ളിൽ വരുമ്പോ രാവണൻ കാത്തുകൊണ്ടിരിക്കുകയാണ് ഈ കുരങ്ങിനെ കാണാനായിട്ട്. ഹനുമാൻ സഭയിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചതും രാവണൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിന്നിട്ട് വാനരനെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹനുമാനെ കണ്ടതോടുകൂടെ പറയാണ്, കിമേഷ ഭഗവാൻ നന്ദി ഭവേത് സാക്ഷാദിഹാഗത. നന്ദികേശ്വരനാണല്ലോ വരുന്നത് എന്നാണ്. നന്ദികേശ്വരനാണല്ലോ ഉള്ളിലേക്ക് വരുന്നത്, വലിയ ശിവഭക്തനാണല്ലോ. അപ്പോ നന്ദികേശ്വരനാണല്ലോ വരുന്നത് എന്ന് വന്നിട്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. തേജസ്വിനാം അഹം ബലം ബലവതാം ച അഹം കാമരാഗ വിവർജിതം. തേജസ്, ബലം, ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ആഞ്ജനേയസ്വാമി. ബുദ്ധി എവിടെയുണ്ട്? തേജസ് ഉണ്ട്, ബലമുണ്ട്. ആ ബലമോ കാമരാഗ വിവർജിതം ബലം. രാമായണത്തിൽ നാഗാസ്ത്രമേറ്റിട്ട് എല്ലാവരും വീണു, ഇൻക്ലൂഡിങ് രാമനും വീണു, സകല ആളുകളും വീണു. വിഭീഷണൻ മാത്രം യുദ്ധത്തില് പാർട്ടിസിപ്പന്റ് അല്ലാത്തത് കൊണ്ട് ബാധിച്ചിട്ടില്ല. വിഭീഷണൻ കയ്യിലൊരു ചൂട്ടുമെടുത്ത് യുദ്ധഭൂമിയിൽ നടക്കുകയാണ്. നടക്കുമ്പോ ഹനുമാൻ ഇങ്ങനെ വരുന്നുണ്ട് നേരെ. ബാധിക്കപ്പെടാത്ത രണ്ടേ ആളുകൾ, അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പണ്ട് പതുക്കെ ഒരു വൃദ്ധൻ എഴുന്നേക്കുണ്ട്. മൂന്നാമത്തെ ആള് ആരാന്ന് വെച്ചാൽ ജാമ്പവാൻ. അദ്ദേഹത്തിനും കാര്യമായിട്ട് ഏശിയിട്ടില്ല, എങ്കിലും ഒന്ന് വയങ്ങി ഒന്ന് കണ്ണു തുറക്കുകയാണ്. അപ്പൊ വിഭീഷണനും ഹനുമാനും കൂടെ അടുത്തു വന്ന് നിൽക്കും. അപ്പോ വിഭീഷണൻ ജാമ്പവാനോട് എന്നെ മനസ്സിലാവുണ്ടോ എന്ന് ചോദിക്കുമ്പോ ജാമ്പവാൻ വായ തുറന്നതും ഹനുമാനുണ്ടോ എന്നാ ചോദിക്കണം. രാമനുണ്ടോ, സുഗ്രീവനുണ്ടോ, ലക്ഷ്മണനുണ്ടോ ഒന്നും ചോദിക്കണില്ല, ഹനുമാനുണ്ടോ എന്നാണ്. അപ്പൊ വിഭീഷണൻ ചോദിക്കണ്ട, ഞങ്ങളെ ഇത്ര ആളുകളെയൊക്കെ വിട്ടിട്ട് എന്തേ അങ്ങനെ അന്വേഷിക്കണ? ഞാൻ വേറെ ആരെയും തള്ളിക്കളഞ്ഞതല്ല. അഞ്ജന സുപ്രജായേന മാതരിശ്വാച സുവ്രത ഹനുമാൻ വാനരശ്രേഷ്ഠ കിമു ജീവതി. ഹനുമാൻ വാനരശ്രേഷ്ഠ ജീവതി വാ. അഞ്ജനാപുത്രനായ ഹനുമാൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ജീവിച്ച പോലെയാണ്, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല എന്നാണ്. എന്നിട്ടാണ് നമുക്കറിയാം ആഞ്ജനേയൻ തന്റെ ബലം ഏറ്റവും പ്രകടമാക്കിയ ഒരു സന്ദർഭമാണ് മൃതസഞ്ജീവിനി കൊണ്ടുവരണത്. ബലം കാമരാഗ വിവർജിതം മാത്രമല്ല, ആ ബലം ലോകമംഗളത്തിനായി പരിപൂർണമായി നിയോഗിക്കപ്പെടുന്ന ഒരു ബലമാണ്. ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ശരി, ആഗ്രഹം മുഴുവൻ തെറ്റാണോ? ആഗ്രഹമില്ലാതിരിക്കണത് വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ ഭഗവാനെ. അപ്പൊ ആഗ്രഹിക്കുക എന്നുള്ളതൊരു തെറ്റാണോ എന്നാണ് നമുക്കൊരു ചോദ്യം വരുന്നത്. അതാണ്, കാമം തെറ്റാണോ? ഭഗവാൻ പറയണത് ആഗ്രഹം തെറ്റല്ല, പ്രൊവൈഡഡ് ധർമ്മത്തിന് വിരുദ്ധമല്ലെങ്കിൽ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹം തെറ്റല്ല.
ഏത് ആഗ്രഹവും നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ, ധർമ്മത്തിന് വിരുദ്ധമല്ലെങ്കിൽ, പ്രകൃതിയുടെ നിയമത്തിനെ മറികടക്കുന്നതല്ലെങ്കിൽ, ആർക്കും ഹിംസയില്ലെങ്കിൽ, നിങ്ങൾ ആ ആഗ്രഹം പൂർത്തി ചെയ്യുന്നത് കൊണ്ട് ആരുടെയും രാഗത്തിനോ ദ്വേഷത്തിനോ ഹിംസയ്ക്കോ വിഷമത്തിനോ വേദനയ്ക്കോ കാരണമാവുന്നില്ലെങ്കിൽ, ആ ആഗ്രഹം നിങ്ങളെ മാത്രമല്ല, ആ ആഗ്രഹം നിങ്ങൾ പൂർത്തി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ബന്ധവിമുക്തി ഉണ്ടാവണം. രാഗദ്വേഷമില്ലാതെ എന്തെന്ത് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ ആക്കിക്കൊള്ളൂ എന്നാണ്. രാഗദ്വേഷ വിയുക്തയിസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്വരൻ ആത്മവശ്യേർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗവും ദ്വേഷവും കൂടാതെ, എന്നുവെച്ചാൽ അതിനോട് അറ്റാച്ച്മെന്റും ഇല്ല, വെറുപ്പും ഇല്ല, ആ ആഗ്രഹം പൂർത്തി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും മോക്ഷമാർഗത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ആ ആഗ്രഹം വളരെ ജാഗ്രതയായിട്ട് വേണം ഈ കാര്യം കേൾക്കാൻ. നമ്മളുടെ മനസ്സുണ്ടല്ലോ, ഇതുപോലെ നമുക്കൊരു ശത്രു വേറെ ഒന്നുമില്ല, അത് എല്ലാത്തിനും ഭാഷ എഴുതും നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച്. ആഗ്രഹം ഏതാണെങ്കിലും അവിദ്യയുടെ ലക്ഷണമാണ്, അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. എനി ഡിസയർ ഈസ് എ ഫോം ഓഫ് ഇൻകംപ്ലീഷൻ. ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ നമ്മളിൽ കാണുന്ന എന്തോ ഒരു കുറവാണ്, നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഭിക്ഷാപാത്രമാണത്. ദേഹി എന്ന് പറയുന്നത്, എനിക്ക് വേണം. ആഗ്രഹമില്ലാത്ത യതി കയ്യിൽ ഭിക്ഷാപാത്രം എന്തിയാലും ഉള്ളിൽ ചക്രവർത്തിയാണ്. ആഗ്രഹമുള്ള മനുഷ്യൻ പുറമേക്ക് അവൻ ഭിക്ഷാപാത്രം ഇല്ലാത്തവനാണെങ്കിൽ ഉള്ളിൽ ഭിക്ഷാപാത്രമാണ് അവന്. ഏതാഗ്രഹവും നമ്മളെ കുറച്ച് ചോട്ടിലേക്ക് കൊണ്ടുവരും. അതേസമയം ചില ആഗ്രഹങ്ങൾ നമ്മൾക്ക് പ്രാരബ്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരും. പ്രാരബ്ധം എന്ന് പറയേണ്ട, പ്രകൃതി എന്ന് വെച്ചോളാം. ഇപ്പോ ഊണ് കഴിക്കും, വിശക്കണു, അതൊരു ആഗ്രഹമാണോ ചോദിച്ചാൽ അത് ആഗ്രഹമാണ് എന്ന് ഒരു ലെവലിൽ പറയാം. ഇന്ന ഭക്ഷണം തന്നെ വേണം എന്ന് പറയുമ്പോൾ നിർബന്ധം വരുമ്പോൾ ആഗ്രഹമാണ്. ഇല്ല, വിശപ്പിന് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി എന്ന് വെച്ചാൽ ആഗ്രഹമല്ല, ഇറ്റ് ഈസ് ഓൺലി എ ബയോളജിക്കൽ അർജ്. അതിൽ നമ്മൾ ഭക്ഷണം എന്തോ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം, അതേപോലെ വീട് വെക്കണം, അതേപോലെ നമ്മൾ ജനിച്ചിട്ടുള്ള സമൂഹത്തിലുള്ള നിയമത്തിനനുസരിച്ച് ചിലതൊക്കെ ചെയ്യുന്നു. ഇതുകൊണ്ട് ആർക്കും ഹിംസയില്ലെങ്കിൽ, ധർമ്മത്തിന് വിരുദ്ധമല്ലെങ്കിൽ, അതാണ് ഭഗവാനോട് ഉപയോഗിക്കുന്ന വാക്ക്, ധർമ്മ അവിരുദ്ധോ ഭൂതേഷു. ധർമ്മ അവിരുദ്ധ, ധർമ്മേണ ശാസ്ത്രാർത്ഥേന അവിരുദ്ധ യഹ പ്രാണിഷു ഭൂതേഷു കാമഃ യഥാ ദേഹധാരണമാത്രാദ്യർത്ഥഃ അശനപാനാദി വിഷയഃ സ കാമഃ. നമ്മൾക്ക് ജീവിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അതുകൊണ്ട് അവനവന് ജീവിക്കാൻ ഭക്ഷണവും ജലവും ഒക്കെ വേണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അതിന് എല്ലാവർക്കും ലൈസൻസ് ഉണ്ടെന്നാണ്. ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് അത് വിരുദ്ധമല്ല. കാരണം ദേഹധാരണാർത്ഥ, ശരീരം നിൽക്കണമെങ്കിൽ ചില ആഗ്രഹം കൂടാതെ കഴിയില്ല. ശരീരം നടത്തിക്കൊണ്ടുപോവാൻ, ജീവിച്ചു പോവാൻ ആഗ്രഹിക്കാതെ പറ്റില്ല. ആ ആഗ്രഹത്തിനെ ഭഗവാൻ പറയണത് അത് ആഗ്രഹമല്ല, അത് ഞാനാണ്. ഇവിടെ ഞാൻ എന്ന് വെച്ചാൽ നേച്ചർ ആണത്, ഈശ്വരൻ. എല്ലാത്തിനെയും ആഗ്രഹം എന്ന് പറയരുത്. ഊണ് കഴിക്കണത് ആഗ്രഹമല്ല, ഉറങ്ങണത് ആഗ്രഹമല്ല, തണുക്കണത് ആഗ്രഹമല്ല, ചൂട് ആഗ്രഹമല്ല. അതിനൊക്കെ പരിഹാരം നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, അത് ആഗ്രഹമല്ല. ദുഃഖം വരുന്നു, ദുഃഖത്തിന് നിവൃത്തി അന്വേഷിക്കണു, ആഗ്രഹമല്ല. അത് പ്രകൃതിയാണ്, ധർമ്മമാണ്. അതിൽ രാഗവും ദ്വേഷവും ഇല്ലെങ്കിൽ അത് ധർമ്മമാണ്, അത് ഭഗവാന്റെ മാനിഫെസ്റ്റേഷനാണ്. ധർമാവിരുദ്ധോ ഭൂതേഷു
കാമോസ്മി ഭരതർഷഭ. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത കാമം, അത് എന്റെ സ്വരൂപമാണ്. അടുത്ത ശ്ലോകം. യേ ചൈവ സാത്വികാ ഭാവാഃ രാജസാസ്താമസാശ്രയേ മത്തയേവേതി താൻ വിദ്ധി നത്വഹം തേഷു തേ മയീ. അപ്പോ നമ്മളിലുള്ള നല്ല നല്ല വികാരങ്ങള് അതുമാത്രമാണോ ഭഗവാനിൽ നിന്ന് വരുന്നത്? ഏ ചൈവ സാത്വികാഭാവാഃ രാജസാഹ താമസാശ്ച. സത്വഗുണത്തിൽ നിന്ന് വരുന്നതും രജോ ഗുണത്തിൽ നിന്ന് വരുന്നതും തമോ ഗുണത്തിൽ നിന്ന് വരുന്നതുമായ എല്ലാ ഭാവങ്ങളും എന്നിൽ നിന്ന് തന്നെയാ വരുന്നതാണ്. ശരി, പക്ഷേ അതിലെല്ലാത്തിലും ഞാനില്ല എന്നാണ് ഭഗവാൻ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് താളിലും തൊട്ടില്ല, താപ്പാളിലും തൊട്ടില്ല എന്നുള്ള മട്ടില് അങ്ങടില്ല. ഭഗവാൻ പറയണത് എല്ലാ ഭാവങ്ങളും എങ്ങനെയാണ് ആള് സന്തോഷമാവും അത് കേട്ട് കഴിഞ്ഞാൽ. നമുക്ക് പിന്നെ നമുക്കിനിയിപ്പോ ഒന്നും പറയാനില്ല. നല്ലത് ചീത്തയൊക്കെ ഭഗവാൻ എന്നാണ് വരണത്. അതെ, പക്ഷെ എല്ലാറ്റിലും ഞാനില്ല കേട്ടോ എന്നാണ്. എല്ലാം എന്നിന്നാണ് വരണത് എന്നുവെച്ചാൽ എല്ലാം നമ്മളിലാണ് വരണത്, പക്ഷെ എല്ലാത്തിലും എന്റെ സമ്മതി ഇല്ല എന്നാണ്. എന്നുവെച്ചാൽ അതിലൊക്കെ എല്ലാത്തിലും ഞാനില്ല. ഉദാഹരണം പറഞ്ഞാൽ സ്വപ്നം കാണുന്നു. നമ്മള് സ്വപ്നം നമ്മളിലാണ് നടക്കുന്നത് അല്ലേ? പക്ഷെ വാസ്തവത്തിൽ സ്വപ്നം നമ്മളിൽ നടക്കണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ഈ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഒക്കെ ആത്മാവിലാണ് കാണപ്പെടുന്നത് എന്ന് പറയേണ്ടി വരും. ആത്മാവിലുണ്ടോ? ഇല്ല. സ്വരൂപത്തിലുണ്ടോ? ഇല്ല. രജോ ഗുണവും അവിടുന്ന് തന്നെയാണ്, സത്വഗുണവും അവിടുന്ന് തന്നെയാണ്, തമോ ഗുണവും അവിടുന്ന് തന്നെയാണ്. തത്വം അറിഞ്ഞവന് ഇത് മൂന്നും ആത്മാവിൽ ഇല്ലെന്നവൻ അറിയും. ഇപ്പോ ആദ്യം പറഞ്ഞ ശ്ലോകം ഉണ്ടല്ലോ, എല്ലാം ഞാനാണെന്ന്, അതിൻ്റെക്ക് തിരിച്ചു വരികയാണ്. എല്ലാം ഞാനാണ്, പക്ഷെ ഒന്നും ഞാനല്ല എന്നാണ്. സകലത്തിലും ഞാനുണ്ട്, പക്ഷെ എല്ലാം എന്നിലില്ല. ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹങ്ങൾ ഞാനാണെന്ന് ഭഗവാൻ ഇപ്പൊ പറഞ്ഞു. അപ്പൊ ബാക്കി ആഗ്രഹങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? അധർമ്മമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞ അതും എന്നും തന്നെയാണ്. പക്ഷെ അതൊക്കെ തന്നെ കൂടുതൽ കൂടുതൽ അധർമ്മത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, കൂടുതൽ എന്നെ കൊണ്ടുപോയി വെള്ളത്തിൽ ചാടിക്കും, വിഷമത്തിൽ ചാടിക്കും. അതിന്റെ ആഫ്റ്റർ ഇഫക്ട് ഭയങ്കരമായിരിക്കും. ധർമ്മത്തിന്റെ ആഗ്രഹം എന്ന് ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ദ മൊമെന്റ് യു ഫുൾഫിൽ ദാറ്റ് ഡിസയർ യു വിൽ ബി ഫ്രീ ഫ്രം ദാറ്റ് ഡിസയർ. അതാണ് അതിന്റെ അളവുകോല്. ഏത് ആഗ്രഹം നിങ്ങൾ സാധിച്ചു കഴിഞ്ഞതും നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ടും പോകുന്നുവോ അത് ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹമാണ്. കാരണം ആഗ്രഹം നിവൃത്തിയാണ് നമുക്ക് ഹിതം. അത് ജ്ഞാനം കൊണ്ട് നിവൃത്തമാവുകയാണെങ്കിൽ ഉത്തമം, വിചാരം കൊണ്ട് നിവൃത്തമാണെങ്കിൽ ഉത്തമം, അല്ലെങ്കിൽ അനുഭവിച്ചിട്ട് നിവൃത്തമാവണം, അപ്പോ വേണ്ടില്ല. ഭഗവാൻ പറയണത് ഉത്തമം ജ്ഞാനം കൊണ്ട് നിവൃത്തമാവണം, ഇല്ലെങ്കിൽ അനുഭവിച്ചിട്ട് നിവൃത്തമാവണം. അനുഭവിച്ചിട്ട് നിവൃത്തമാവണ ആഗ്രഹം വളരെ കുറവാണ്. സാധാരണ തീയിൽ നെയ്യ് ഒഴിച്ചിട്ട് തീയൊന്നും കെടില്ല. നെയ്യ് ഒഴിക്കും തോറും തീ ആളിക്കത്തിക്കൊണ്ടേയിരിക്കും അല്ലേ? പക്ഷേ
ജ്ഞാനനിഷ്ഠയുള്ള ഒരാൾക്ക്, തപോനിഷ്ഠയുള്ള ഒരാൾക്ക്, ആരുടെ ശരീരവും മനസ്സും ഭഗവാന്റെ കയ്യിൽ യന്ത്രമായിട്ട് തീർന്നിരിക്കുന്നു, അവനെ സംബന്ധിച്ചിടത്തോളം ചില ആഗ്രഹങ്ങളൊക്കെ അനുഭവിച്ച് തീരും. അവന് സ്വാർത്ഥതയില്ലാത്തത് കൊണ്ട്. ആ ആഗ്രഹം മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യണതോ ആയിരിക്കില്ല. രാമകൃഷ്ണ പരമഹംസർ ചെറിയ കാര്യം പറയും. ഒരു ദിവസം എനിക്ക് ഒരു പട്ടുസാൽവ പുതയ്ക്കണം എന്ന് തോന്നി. രാമകൃഷ്ണദേവൻ പറയുന്ന ഒരു ഉദാഹരണമാണ്. അപ്പൊ തന്നെ അവിടുത്തെ കാളികോവിലിലെ മുഖ്യ അധികാരിയായിരുന്ന മധുരനാഥ് വിശ്വാസിനോട് പറഞ്ഞു, എനിക്കൊരു പട്ടുസാൽവ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അപ്പൊ മധുരനാഥ് ഒരു പട്ടുസാൽവ വാങ്ങിച്ചു കൊടുത്തു. ആ പട്ടുസാൽവ പുതച്ചിട്ട് ഹുക്ക വലിക്കണം എന്ന് തോന്നുന്നു. ബംഗാളി ബാബൂസിനെ പോലെ ഒരു ഹുക്കയെ ഏർപ്പാടാക്കി കൊടുത്തു. പട്ടുസാൽവ പുതച്ചു. അദ്ദേഹം കൊച്ചുകുട്ടികളെ പോലെ ഒരു വലിയ സോഫയിലിരുന്ന് കാൽമേൽ കാലിട്ട് ഹുക്ക വലിച്ച് അദ്ദേഹം തന്നെ പിന്നീട് പറയാണ്, ഞാൻ എന്റെ മനസ്സിന്റെ അടുത്ത് പറഞ്ഞു, ഹേ മനസ്സേ, ഇതാണ് പട്ടുസാൽവ പുതയ്ക്കൽ എന്ന് പറഞ്ഞാൽ. ഹേ മനസ്സേ, ഇതാണ് ഹുക്ക വലിക്കൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്ഷണം ആ പട്ടുസാൽവയും വലിച്ചെറിഞ്ഞ് ഹുക്കയും വലിച്ചെറിഞ്ഞു അത്രേ. ഇതിപ്പോ എല്ലാവർക്കും സാധിക്കുമോ? ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ദൗർബല്യമൊക്കെ അതുപോലെ അങ്ങോട്ട് തീർത്ത് കളയാമെന്ന് പറഞ്ഞ് പുറപ്പെടും. ഒന്ന് പുറപ്പെട്ടു നോക്കൂ, 4 വർഷം കഴിയുമ്പോ അതേപോലെ ഉണ്ടാവും. ഒന്നും വിട്ടുപോയില്ല. ഒന്ന് ചെയ്തു നോക്കൂ, പുറത്തേ വരില്ല നിങ്ങള്. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ അതിന്റെ അടിമയാണ്, അത് നമ്മളുടെ അടിമയല്ല. ഒരു വീക്ക്നെസ്സും ഒരു ദൗർബല്യവും അത്ര പെട്ടെന്ന് തീർന്നു പോവില്ല. തീർക്കാൻ നിങ്ങൾ പുറപ്പെട്ടാൽ പെട്ടു അതിനകത്ത്. പിന്നെ ഈശ്വര കൃപ കൊണ്ടേ ആ പത്മവ്യൂഹത്തുനിന്ന് പുറത്തു വരാൻ നോക്കുള്ളൂ. സ്വന്തം ശക്തി കൊണ്ട്, ബുദ്ധിശക്തി സാമർത്ഥ്യം കൊണ്ടൊന്നും ആ പത്മവ്യൂഹത്തിനുള്ളിൽ നിന്ന് പുറത്തു ചാടാൻ ഒക്കില്ല. ഭഗവാൻ കൃപ ചെയ്ത് ഏതെങ്കിലും വഴി വിട്ടു തരണം. അപ്പോ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡ്രൈവറുടെ അടുത്ത് ഏൽപ്പിച്ചു കൊടുത്താൽ ഡ്രൈവർ കൂട്ടിക്കൊണ്ടുപോകുന്നത് തന്നെ വഴി അല്ലേ? അതുപോലെ ഭഗവാന്റെ അടുത്ത് ഈ ശരീര മനസ്സിനെ അർപ്പണം ചെയ്ത ജീവന് ആ ഭഗവാൻ എതിർച്ചയാ വിധിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുന്ന സുഖദുഃഖങ്ങളുണ്ടല്ലോ, അതിനെ അനുഭവിച്ച് തീർക്കുന്നത് കൊണ്ട് ആ ജീവന് ദോഷമില്ല എന്ന് മാത്രം അർത്ഥം. ഇയാളുടെ സ്വാർത്ഥത്തിനനുസരിച്ച് ഇയാൾ പ്ലാൻ ചെയ്ത് ചെന്നൊന്നും ചാടില്ല. ഈശ്വരന് അർപ്പിതമായ ജീവിതത്തിൽ ഈശ്വര നിയതിയാ അയാൾക്ക് വരുന്ന ആഗ്രഹങ്ങളും അതിന്റെ പരിണതഫലമായിട്ട് വരുന്ന സുഖദുഃഖാദികളും ഒക്കെ ഇയാൾക്ക് തീർന്നു പോകും തോറും ഇയാൾ നിവൃത്തനാവും. ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. ഇനിയിപ്പോ സത്വഗുണ ആഗ്രഹം, രജോ ഗുണത്തിലുള്ളത്, തമോ ഗുണത്തിലുള്ളത് ഒക്കെ ഉണ്ടല്ലോ മനുഷ്യനില്. ഒരു മനുഷ്യനും പ്ലാസ്റ്റിക് അല്ലല്ലോ അല്ലേ? ഇപ്പൊ നമ്മൾ ഭഗവത്ഗീത വായിച്ചു, നാളെ മുതൽ അതേപടി ജീവിക്കാൻ പറ്റുമോ? എത്ര ദൗർബല്യങ്ങൾ നമ്മളിൽ കിടക്കണോ അല്ലേ? അപ്പൊ ഭാഗവതത്തിൽ ഒരു ഇത് തന്നെ അതാണ്. ജ്ഞാനത്തിനെ പറയാനാണ് ഭാഗവതം മുഴുവൻ. പക്ഷെ അതിലെ നമ്മളുടെ ദൗർബല്യങ്ങളെയൊക്കെ കണക്കെടുത്തുകൊണ്ടാണ് ഊതയ കർമ്മവാസനാഹ ഒരു സമ്പ്രദായ. ഊതികൾ എന്ന് വെച്ചാൽ ഇയാളുടെ കർമ്മവാസന. ഈ കർമ്മവാസന അതാത് സമയത്തിൽ വരും. ഇപ്പോ അതിഥിക്ക് കശ്യപ പ്രജാപതിയോട് സന്ധ്യാസമയത്ത് കാമം ഉണ്ടാവുകയാണ്. കശ്യപ പ്രജാപതി പറഞ്ഞു, ഏടാകൂടാണ് തനിക്ക്. ഇതാ പോണ കണ്ടില്ലേ ശിവൻ, നോക്കൂ സന്ധ്യാകാലത്തിൽ നന്ദികേശ്വരനിൽ പോണ കണ്ടില്ലേ, മേലെ മുഴുവൻ ശ്മശാനഭസ്മം പൂശി ആനത്തോലോടുത്ത് കൃത്യവാസാഹ പിനാകി പോകുന്നു. എന്നെ നോക്കി ചിരിക്കുകയാണ്. സ്വഭോജനം ആത്മതയോപലാളിതം. അതിഥി പറയാണ്, അതിഥി ആ ധർമ്മ അവിരുദ്ധമല്ല, ധർമ്മവിരുദ്ധമായ കാമത്തിന് അടിമപ്പെട്ടു, രജോ ഗുണത്തിന്. കശ്യപൻ പറയാണ്, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഭയങ്കരമായ 2 ആളുകൾ നിനക്കുണ്ടാവും, ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ. പക്ഷേ അത് നിയതിയാണ്. ശരി, നിയതിയാണ്. പക്ഷെ ഒന്നുണ്ട്, അത് കഴിഞ്ഞ് കരഞ്ഞ് വിഷമിച്ച് കശ്യപ പ്രജാപതിയുടെ കാൽക്കൽ വീണപ്പോ പറഞ്ഞു, പോട്ടെ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും 3ാമത്തെ ജനറേഷൻ ഒരു മഹാത്മാവുണ്ടാവും. രജോ ഗുണത്തിന് അടിമപ്പെടുകയാണ്.
ചിലപ്പോ തമോ ഗുണത്തിന് അടിമപ്പെടും. നല്ല മഹാത്മാക്കൾക്ക് പോലും ചിലപ്പോ തമോ ഗുണം വരും, രജോ ഗുണം വരും, സത്വഗുണം വരും. അല്ലെ? ധർമ്മപുത്രൻ ഇത്രയും വലിയ മഹാത്മാവ്, അദ്ദേഹത്തിന് ചെറിയൊരു തമോ ഗുണം ബാധിച്ചതാണ് പകിട കളിക്കണം തോന്നിയത്. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ തമോ ഗുണം കയറിയിട്ടാണ് പകിട കളിക്കുന്നത് രാജാക്കന്മാരുടെ ധർമ്മമാണ് എന്നങ്ങോട്ട് തീരുമാനിക്കുകയാണ്. ഇവിടെ ധർമാധർമ്മ ജ്ഞാനം പോയി. ധർമ്മം എന്നുള്ളത് എന്താ? ലോകത്തിന് മംഗളം ഹിതമായിട്ടുള്ളതായിരിക്കണം ധർമ്മം, അല്ലേ? ഇപ്പൊ ധർമ്മം എന്ന് വെച്ചാൽ എന്താ? സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായ ആത്മാ പ്രമദ, അതൊക്കെയാണ് ധർമ്മം. അപ്പൊ ധർമ്മത്തിനെ നമ്മൾ പതുക്കെ പതുക്കെ ഇറക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവര് വിളിക്കുന്ന ക്ലബ്ബ് പാർട്ടിയിൽ പോവലും അവര് കാണിക്കുന്ന സമ്പ്രദായത്തിനനുസരിച്ച് അതൊരു എത്തിക്വറ്റ് ആണെന്നുള്ള പേരിൽ അവരുടെ നടുവിൽ നിന്ന് കുടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇത് ധർമ്മമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പലരും ചെയ്യണ കാര്യം അത്. എന്താന്ന് വെച്ചാൽ അത് ആ സൊസൈറ്റിയിലുള്ളപ്പോൾ വേണം, അല്ലെങ്കിൽ അത് ശരിയല്ല, അത് ഒരു എത്തിക്വറ്റാണ് എന്നാണ് പറയണത്. അപ്പോ ആ ഒരു പേരില് ഇതിന്റെ നടുവിൽ നിന്ന് ഇയാൾ ഇത്ര കാലം ചെയ്യാത്ത വൃത്തികേട് ചെയ്തിട്ട് അതിനൊരു നിയമത്തിന്റെ ഒരു പരിവേഷം കൊടുക്കണ പോലെയാണ് ധർമ്മപുത്രരെ പോലെ ഒരു മഹാത്മാവിന്റെ തലയിൽ ഈ ഇരുട്ട് കയറിയിട്ട് പകിട കളിക്കുന്നത് രാജാക്കന്മാരുടെ ധർമ്മമാണ് എന്നൊരു കുരുട്ടു ബുദ്ധി തോന്നിയത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ യുദ്ധം മുഴുവനും. ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ എടുത്ത് ജനമേജയം ചോദിക്കുക, രക്ഷിക്കാൻ പാടില്ലായിരുന്നു എന്റെ മുത്തശ്ശനെ. ആ പകിട കളിക്കുമ്പോ ഒന്ന് രക്ഷിക്കാൻ പാടില്ലായിരുന്നു. ആര് പറഞ്ഞു? ഞാൻ തയ്യാറായിരുന്നു, പക്ഷെ ഈ വാസ് നോട്ട് റെഡി. അയാൾക്ക് ഞാൻ ചാൻസും കൊടുത്തു. ദുര്യോധനൻ പറഞ്ഞു എനിക്ക് കളിക്കാൻ അറിയില്ല, എനിക്ക് പകരം എന്റെ പേരിൽ ശകുനി കളിക്കും എന്ന് പറഞ്ഞു. ഇയാൾക്ക് പറഞ്ഞുകൂടായിരുന്നു എനിക്ക് നേരെ ചൊവ്വെ കളിക്കാൻ അറിയില്ല, എനിക്ക് പകരം കൃഷ്ണൻ കളിക്കും എന്ന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ റെഡിയായിട്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഒറ്റ അതിൽ ഞാൻ തീർക്കുമായിരുന്നു. റെഡിയായില്ല, ഞാൻ എന്ത് ചെയ്യും? കാരണം എന്താ? അപ്പൊ തമോ ഗുണ അഹങ്കാരം. ഞാൻ കളിച്ചോളാം. ചിന്തിച്ചതേ ഇല്ല താൻ ചെയ്യണത് ധർമ്മമാണോ, വിവേകം ഒന്നും പ്രവർത്തിച്ചില്ല. ധർമ്മമാണെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അതുകൊണ്ടാണ് പിന്നീടും കാണാം യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് കരയാണ്. എന്നെ കാരണം ഇങ്ങനെ സംഭവിച്ചുവല്ലോ, എന്നെ കാരണം ഈ യുദ്ധം നടന്നുവല്ലോ, എന്നെ കാരണം ഇത്രയും പേരും മരിച്ചുവല്ലോ. വ്യാസഭഗവാൻ പറഞ്ഞു കൊടുത്തു, കൃഷ്ണൻ പറഞ്ഞു കൊടുത്തു, കേൾക്കണില്ല. ഇദ്ദേഹത്തിനെ നമ്മള് ധർമ്മിഷ്ഠൻ എന്ന് വിളിക്കണോ വിനയമുള്ളവെന്ന് വിളിക്കണോ? എന്താന്ന് വെച്ചാൽ വ്യാസൻ പറഞ്ഞിട്ടും വേശിയില്ല, കൃഷ്ണൻ പറഞ്ഞിട്ടും വേശിയില്ല, എന്നിട്ടാണ് ഭീഷ്മരെടുത്ത് കൂട്ടിക്കൊണ്ടുപോകണം. അപ്പോ അദ്ദേഹം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ചിലരൊക്കെ പറഞ്ഞാലേ ഞാൻ കേൾക്കുള്ളൂ എന്ന്. നോക്കൂ, വലിയ വലിയ മഹാത്മാക്കൾക്കും അവരുടെ പ്രിജുഡീസ് ബയാസ് ഒക്കെ ഉണ്ട്. എവിടുന്ന് വരണു? അത് മനുഷ്യ സ്വഭാവമാണ്. സൂര്യനിൽ ഒരു ചെറിയ കളങ്കം പോലെ വലിയ വലിയ മഹാത്മാക്കൾക്ക് ഒരു കറുപ്പ് ഉണ്ടാവും. ചിലപ്പോ പല ദുരാത്മാക്കളായിട്ടുള്ളവര് വലിയ വലിയ നന്മകളൊപ്പം കാണിക്കും ഇടയ്ക്ക്, അല്ലേ? കംസൻ പറയണു, വസുദേവർ ആദ്യത്തെ കുട്ടിയും കൊണ്ടുപോയപ്പോ കരുണ തോന്നിയത്രേ കംസന്. 8ാമത്തെ കുട്ടിയല്ലേ കൊല്ലാൻ പോണത്, കൊണ്ടുപോയിക്കോളൂ. ദുഷ്ടാനാമപി ദേവ പുഷ്ട കരുണാധിഷ്ടാഹിധീ ഏകദാ. ദുഷ്ടന്മാർക്കും അപ്പൊ കാരണം ഒരാളും പൂർണ്ണമായി ദുഷ്ടനല്ലേ. ദുഷ്ടൻ എന്ന് പറയുന്നത് ഒരു സൈഡ് മാത്രമാണ് അയാളുടെ. ഒരാളും പൂർണ്ണമായിട്ട് നല്ലവനുമല്ല. രുക്മിണിയെ പിടിച്ചുകൊണ്ടുവന്ന കൃഷ്ണൻ, രുക്മി പുറകെ വന്നപ്പോ രുക്മിയെ അവസാനം തോൽപ്പിച്ചിട്ട് പിടിച്ചു നിർത്തി പകുതി തല ഷേവ് ചെയ്ത് പകുതി മീശ ഷേവ് ചെയ്ത് വിട്ടു. ഏട്ടൻ ബലരാമൻ കൃഷ്ണനെ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്നൊക്കെ കുറച്ചുപോലും ഒരു ധർമ്മബോധമില്ല. ആരെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു ആ കന്യകയുടെ സഹോദരനെയാണ് നീ ഇങ്ങനെ ചെയ്യണത്. ഒരു മനുഷ്യൻ ആ മനുഷ്യന് വേണ്ട വിലയെങ്കിലും കൊടുക്കണ്ടേ? ഇങ്ങനെയാണോ പെരുമാറുക എന്ന് ചോദിച്ചു ബലരാമൻ. കൃഷ്ണൻ ചിരിച്ചു. ന്യായീകരിച്ചൊന്നുമില്ല ഭഗവാൻ. കാരണം അവിടെയും ഭഗവാൻ ചെയ്യണത് കണ്ടാൽ നമുക്ക് തോന്നും എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് തോന്നും. അയാളെ പിന്നെ പറഞ്ഞയച്ചു, അപമാനിച്ചിട്ട് പറഞ്ഞയച്ചു.
ഇതേ രുക്മിയും ബലരാമനും കൂടെ മറ്റൊരു സന്ദർഭത്തിൽ ശണ്ട കൂടിയിട്ട് വാരുണി മധുര കുടിച്ച ബലരാമൻ കലപ്പ കൊണ്ട് തലയ്ക്കൊരു പെട കൊടുത്തു. രുക്മിയുടെ സമാധി കെട്ടി. ഇതൊക്കെ എന്തിനാ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ, നോക്കണം, എല്ലാ ഭാവങ്ങളും മാനിഫെസ്റ്റ് ആവുകയാണ് മനുഷ്യന്. ഒരാളും പ്ലാസ്റ്റിക് ബൊമ്മ പോലെ ഇരിക്കാനൊന്നും പറ്റില്ല. രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം മനുഷ്യമാത്ര ശരീരത്തില് പ്രകൃതിയിലുള്ളവരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സത്വഗുണം മാത്രമായിട്ട് ഒരു ജീവി സൃഷ്ടിക്ക് ശേഷം ഇതുവരെ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, 3 ഗുണങ്ങൾ ചേരാത്തതായ ഒരു വസ്തു ഇവിടെ ഉണ്ടാവില്ല. ചിലതിൽ സത്വഗുണം അധികമായിരിക്കും, രജോ ഗുണവും തമോ ഗുണവും കുറവായിരിക്കും. ചിലത് രജോ ഗുണം അധികമായിരിക്കും, ചിലത് തമോ ഗുണം അധികം. പക്ഷെ ഈ 3 ഗുണങ്ങളും ചേർന്നേ ഇരിക്കുള്ളൂ. തത്വജ്ഞാനിയായിട്ടുള്ളവൻ തത്വജ്ഞാനം കൊണ്ട് 3 ഗുണങ്ങൾ കൊണ്ടും തന്റെ സ്വരൂപം ബാധിക്കപ്പെടുന്നില്ലെന്ന് അറിഞ്ഞ് തത്വനിഷ്ഠനായിട്ടിരിക്കുകയാണ് ചെയ്യണത്. അതാണ് ഗുണാതീതൻ എന്ന് പറഞ്ഞത്. തത്വനിഷ്ഠ, തത്വജ്ഞാന നിഷ്ഠ കൊണ്ട് സത്വഗുണം കൊണ്ടോ രജോ ഗുണം കൊണ്ടോ തമോ ഗുണം കൊണ്ടോ ബാധിക്കപ്പെടാതിരിക്കുകയാണ്. ഈ 3 ഗുണങ്ങളും ഈശ്വരൻ പറയണു എന്നിലുണ്ട്, ഞാൻ അവയിലില്ല. ഇതന്നെയാണ് ജ്ഞാനിയുടെയും സ്ഥിതി. ഈശ്വരന്റെ സ്ഥിതി തന്നെയാണ് ജ്ഞാനിയിലും. ഈശ്വരൻ പറയണു ഈ 3 ഗുണങ്ങളും എന്നിലുണ്ട്, പക്ഷെ ഞാൻ അവയിലില്ല. അതേപോലെ ജ്ഞാനിയിൽ ഈ 3 ഗുണങ്ങളുണ്ട്, ജ്ഞാനി ഈ 3 ഗുണങ്ങളിലും ഇല്ല. ജ്ഞാനിയുടെ ശരീര മനസ്സിൽ ഉപാധിയിൽ ഈ 3 ഗുണങ്ങളുടെ ആവിർഭാവം കാണും, പക്ഷെ ജ്ഞാനിയുടെ സ്വരൂപത്തിനെ അത് ബാധിക്കുന്നില്ല. ജ്ഞാനത്തിനെ അത് ബാധിക്കണില്ല. ജ്ഞാനത്തിൽ സത്വരജസ്തമോ ഗുണങ്ങളുടെ ബാധയില്ലാതെ കേവല ചിന്മാത്രമായിട്ട് ഇരിക്കാൻ അറിയുന്നവനാണ് ജ്ഞാനനിഷ്ഠ. ഈശ്വരനും അതേപോലെ തന്നെ സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങളും ഭഗവാനിൽ ആവിർഭവിക്കുന്നു, പക്ഷെ ഈ 3 ഗുണങ്ങളും ഭഗവാനെ ബാധിക്കണില്ല. ഈ 3 ഗുണങ്ങൾ, സത്വഗുണം രജോ ഗുണം തമോ ഗുണങ്ങൾ പ്രകൃതിയാണ്. പ്രകൃതിയുടെ അധിഷ്ഠാനത്തിനെയാണ് ഭഗവാൻ അഹം എന്നിവിടെ പറയണത്. ഏ ചൈവ സാത്വികാഹ സത്വനിർവൃത്താഹ ഭാവാഹ രാജസാഹ രജോ നിർവൃത്താഹ താമസാഹ തമോ നിർവൃത്താശ്ച ഏ പ്രാണിനാം സ്വകർമ്മവശാത് ജായന്തെ ഭാവാഹ താൻ മത്തഃ ഏവ ജായമാനാൻ വിദ്ധി. യദ്യപി തേ മത്തഃ ജായന്തെ തഥാപി നതു അഹം തേഷു തദധീനഃ തദ്വശഃ യഥാ സംസാരിണഃ. സംസാരികളെ പോലെ ഞാൻ അവയ്ക്ക് വശം വദനല്ല. ഇപ്പൊ നിർഗുണം എന്ന് നമ്മൾ പറയണം. നിർഗുണം എന്ന് വെച്ചാൽ ഈ 3 ഗുണങ്ങൾ കൊണ്ടും ബാധിക്കപ്പെടാത്തത് എന്നർത്ഥം. അതായത് നിർഗുണം എന്ന് വെച്ചാൽ നല്ലതൊന്നും ഇല്ലാത്തതെന്നാണ് ആളുകൾ ധരിക്കുന്നത്, ഒരു ഗുണവും ഇല്ലാത്തത്. നിർഗുണം എന്ന് വെച്ചാൽ 3 ഗുണങ്ങൾ കൊണ്ടും ബാധിക്കപ്പെടാത്ത രസസ്വരൂപം എന്നർത്ഥം. സംസാര ദോഷ ബീജ പ്രദാഹ കാരണം നിർഗുണം. ആചാര്യസ്വാമികളുടെ ഭാഷ്യമാണ്. ആ ചിത്ത് ആത്മാവിന്റെ സ്വരൂപമാണ് നിർഗുണം. സംസാര ദോഷ ബീജ പ്രദാഹ കാരണം. സംസാര ദോഷ ബീജം എന്താ? അജ്ഞാനാണ്. ആ അജ്ഞാനത്തിനെ ചുട്ടുകളയുന്ന ജ്ഞാനമാണ് നിർഗുണം എന്ന് പറയുന്നത്. അല്ലാതെ ഗുണമില്ലാത്തത് എന്നർത്ഥമല്ല. ചിന്മാത്രമായ രസസ്വരൂപമായ ആനന്ദസ്വരൂപമായ ഭഗവത് സ്വരൂപത്തിനെയാണ് നിർഗുണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സത്വഗുണം രജോ ഗുണം തമോ ഗുണം കൊണ്ട് ബാധിക്കപ്പെടാത്തത്, കളങ്കപ്പെടാത്തത് എന്നർത്ഥം. ആ നിർഗുണമായ തത്വത്തിനെ ഏവം ഭൂതമപി പരമേശ്വരം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം സർവഭൂതാത്മാനം നിർഗുണം സംസാര ദോഷബീജ പ്രദാഹ കാരണം മാം നാഭിജാനാതി ജഗത് ഇത് അനുക്രോശം ദർശയതി ഭഗവാൻ. ഭഗവാൻ പറയണത് ഇതിന് മുഴുവൻ മൂലകാരണമായ എന്നെ ഈ ലോകത്തിലുള്ളവര് അറിയുന്നില്ല, അവരെ അറിയുന്നില്ലെന്ന് അനുക്രോശം. അനുക്രോശം എന്ന് വെച്ചാൽ കാരുണ്യം. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, എന്നെ അറിയുന്നില്ലല്ലോ ഈ ജഗത്ത്. അതാണ് അടുത്ത ശ്ലോകം. നോക്കൂ, അടുത്ത ശ്ലോകം നോക്കൂ.
ത്രിഭിർഗുണമയൈർഭാവൈഃ ഏഭിഃ സർവമിദം ജഗത് മോഹിതം നാഭിജാനാതി മാം ഏഭ്യഃ പരമവ്യയം. ത്രിഭിർഗുണമയൈർഭാവൈഃ ഏഭിഃ സർവം ഇദം ജഗത്. ഈ കാണപ്പെടുന്ന ജഗത്ത് മുഴുവനും ഈ മൂന്ന് കൊണ്ട് ബാധിക്കപ്പെട്ടതാണ്. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായി അതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞപ്പോ അഹങ്കാരമായി എന്നാണ്. അഹങ്കാരം എന്ന് വെച്ചാൽ അഹങ്കാരം, ജീവ അഹന്ത. ആ ജീവാഹന്ത അതുകൊണ്ട് സർവമിതം ജഗത്, ഈ ജഗത്ത് മുഴുവനും മോഹിതം എന്നുവെച്ചാൽ ഡെലൂഡഡ്, മോഹിച്ചു കിടക്കണം, സത്യത്തിനെ അറിയാതെ മറന്നു കിടക്കാണ്. അതുകൊണ്ട് നാ അഭിജാനാതി, എന്നെ നല്ലവണ്ണം അറിയണില്ല. എങ്ങനെ അറിയണില്ല? ഏഭിഹി പരം, ഈ മൂന്ന് ഗുണങ്ങൾ കൊണ്ടും ബാധിക്കപ്പെടാത്തതായ എന്റെ സ്വരൂപത്തിനെ ഏഭ്യഃ പരം അവ്യയം. അവ്യയം എന്ന് വെച്ചാൽ ഒരിക്കലും തീർന്നു പോകാത്തത്, ഒരിക്കലും കളങ്കപ്പെടാത്തത്. നമ്മളുടെ ശ്രദ്ധ, അറ്റൻഷൻ മുഴുവനും ശരീരത്തിലും മനസ്സിലും നമ്മളുടെ അഭിമാനം, നമ്മളുടെ പേഴ്സണാലിറ്റി ലെവലിലും നിൽക്കുന്നത് കൊണ്ട് ഇതിനൊക്കെ അധിഷ്ഠാനമായി ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകൾക്കും ഇരിപ്പിടമായിട്ടുള്ള ചിത്തിനെ, കോൺഷ്യസ്നെസ്സിനെ, ബോധത്തിനെ നമ്മള് ശ്രദ്ധിക്കണേയില്ല. അതിനെ ശ്രദ്ധിച്ചവന് ഇതൊന്നും സത്യമല്ല. ഈ ത്രിഗുണങ്ങളോ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തിയോ സത്യമല്ല. അതാകട്ടെ അവ്യയമാണ്. അവ്യയം എന്ന് വെച്ചാൽ ഒരിക്കലും തീർന്നു പോകാത്തത്, ഒരു കേടുപാടുമില്ലാത്തത്, പൂർണ്ണമായിട്ടുള്ളത്. അതിനെ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം എന്താ? നമ്മളുടെ അറ്റൻഷൻ മുഴുവൻ സിനിമയിലാണ്. അപ്പൊ സ്ക്രീൻ കാണാൻ വയ്യ. സിനിമയെ നോക്കി കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പുറകിലുള്ള സ്ക്രീൻ ആര് ശ്രദ്ധിക്കും? അല്ലെ? നമുക്ക് നമ്മളുടെ സിനിമ കാണാനാണല്ലോ പോയിരിക്കുന്നത്, സ്ക്രീന് കാണാനല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സിനിമ കാണുന്നു. സിനിമ കണ്ട് ഭ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ സ്ക്രീൻ നമുക്ക് പ്രധാനമല്ല, സിനിമയാണ് പ്രധാനം. ചിലപ്പോ കരയുന്നു, ചിലപ്പോ ചിരിക്കുന്നു. മോഹിതം നാഭിജാനാതെ, അതുകൊണ്ട് മോഹിച്ചു പോകുന്നു. മോഹിച്ചു പോയി നോക്കൂ. സിനിമയിൽ നടിച്ചത് മുഴുവൻ ജീവിതത്തിലാണെന്ന് പറഞ്ഞ് സിനിമ നടിക്കുന്നവരെ തന്നെ ദൈവമായി കണക്കാക്കി നടക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ സിനിമയാണ് പ്രമാണം. സിനിമയിൽ നല്ലത് ചെയ്ത് തന്നെ അവര് ഭരണകർത്താക്കളായി കളയും. എന്താ? മോഹിതം നാഭിജാനാതി. അത് കണ്ട് തന്നെ അവർക്ക് സിനിമയാണ് പ്രമാണം. നമ്മളത് ശ്രദ്ധിക്കുമ്പോ നമുക്ക് അതിന്റെ അധിഷ്ഠാനം കാര്യമേ ഇല്ല. ത്രിഭിർ ഗുണമയൈർഭാവൈ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അല്ലെ? സിനിമ കാണുമ്പോഴുണ്ടല്ലോ മൂന്നെണ്ണം. ചിലപ്പോ നല്ല സ്നേഹം, അതുമാതിരത്തെ വികാരങ്ങളൊക്കെ വരുന്നു. ചിലപ്പോ ശണ്ട കൂടാൻ തോന്നും. ചിലപ്പോ ബോറടിച്ചിട്ട് ഇരുന്ന് ഉറങ്ങി അടുത്തുള്ളവന്റെ തോളിലേക്ക് വീഴും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം മൂന്നുകൊണ്ടും ഈ കാണപ്പെടുന്ന വസ്തുക്കളിൽ മോഹിക്കുന്നത് കൊണ്ട് ആത്മാവിനെ അറിയണില്ല, സ്വരൂപത്തിനെ അറിയണില്ല. മാം ഏഭ്യഃ പരം അവ്യയം, ഈ മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറം, ട്രാൻസെൻഡന്റൽ, അപ്പുറമുള്ളതായ എന്നെ അറിയണില്ല. പരം അവ്യയം, അവ്യയം എന്ന് വെച്ചാൽ ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ നിൽക്കണത്. നമ്മളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി നമ്മളുടെ സ്വരൂപത്തിനെ കാണുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ശരീരത്തിന്റെ കേടുപാടുകളോ മനസ്സിന്റെ കളങ്കങ്ങളോ ബുദ്ധിയുടെ വൈകല്യങ്ങളോ ഒന്നും തന്നെ ഉള്ളിലുള്ള ആ വസ്തുവിനെ തൊടുന്നേയില്ല എന്നറിയാം. അത് നിത്യമുക്തമാണ്.
അത് പൂർണ്ണമാണ്, അത് സ്വതന്ത്രമാണ്. അതിന്റെ നിറവിന്, ശാന്തിക്ക്, ആനന്ദത്തിന്, പൂർണ്ണതയ്ക്ക്, ദേഹകർമ്മത്തിന്റെ കർത്തൃത്വം, സൂക്ഷ്മ ശരീരത്തിന്റെ ഭോക്തൃത്വം, അല്ലെങ്കിൽ കാരണശരീരത്തിന്റെ നിദ്രാമൂർച്ഛാലസ്യാദി ഗുണങ്ങൾ ഒന്നും തന്നെ അതിന് സാക്ഷിയായി നിൽക്കുന്ന ബോധത്തിന് അല്പവും സ്പർശിക്കണില്ല. അതിനെ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ നിത്യമുക്തരാണെന്ന് അറിയണം, അവ്യയമായ വസ്തുവാണെന്ന് അറിയണം. അതറിഞ്ഞു കഴിയുമ്പോ ഈ 3 ഗുണങ്ങൾ കൊണ്ടുള്ള മോഹം ഉണ്ടാവില്ല. അതറിയാത്തിടത്തോളം 3 ഗുണങ്ങള് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഭഗവാൻ കാരുണ്യത്തോടെ പറയാണ്, ഈ 3 ഗുണങ്ങൾ കൊണ്ട് മോഹിച്ചിട്ട് എന്നെ അറിയണില്ലല്ലോ, കഷ്ടം എന്നാണ്. മാമേഭ്യ പരമവ്യയം. തുടർന്ന് നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.